നമ്മുടെ ഈ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. ഈ ലോകത്ത് നമ്മളെല്ലാം നാശത്തിലേക്ക് പോകേണ്ടവരായിരുന്നു. എന്നാൽ നിത്യമായൊരു ജീവൻ നമുക്ക് നൽകുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി അവൻ്റെ പുത്രനിലൂടെ. അത് ഒരു നിമിഷം നമ്മൾ സ്വീകരിച്ച ഒരു ജീവനല്ല, അത് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട അവൻ്റെ ആത്മാവിനാൽ ഉരുവായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവനാണ്. അത് ഓരോ നിമിഷവും സമയാതീതമായി നമ്മളിൽ പ്രവർത്തിക്കുന്ന ജീവനാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എപ്പോഴും യേശുവിൻ്റെ ജീവൻ അനുഭവിക്കാനും നമ്മുടെ പഴയ മനുഷ്യൻ്റെ മരണം അനുഭവിക്കുവാനും അവൻ്റെ രക്തം ഗുണകരമായി നമ്മോട് ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നാം ജീവിക്കുന്ന ഓരോ മിനിറ്റിലും നമുക്ക് ക്രിസ്തുവിൻ്റെ ജീവൻ അനുഭവിക്കാൻ സാധിക്കും. ആ ജീവൻ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടതാണ്. അത് ആത്മാവിനാൽ വിശ്വാസത്താൽ നമുക്ക് ഓരോ നിമിഷവും ആക്സസിബിൾ ആണ് എന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞത്. യേശുവിൻ്റെ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സ്റ്റാൻഡേർഡ് അല്ല, നമ്മുടെ ചിന്താഗതികളുമായിട്ട് വളരെ വ്യത്യസ്തമാണ്. പ്രധാനമായിട്ടും നമ്മൾ പാപമെന്ന് വിളിക്കുന്നതിനല്ല യേശു പാപമെന്ന് വിളിക്കുന്നത്, അത്രയല്ല, അതിനേക്കാളൊക്കെ ആഴത്തിലാണ്. നമ്മൾ നീതി എന്ന് പറയുന്നതിനല്ല യേശു നീതി എന്ന് പറയുന്നത്. നമ്മൾ മാനസാന്തരം എന്ന് വിചാരിക്കുന്നതിനല്ല യേശു മാനസാന്തരം. നമ്മളിതെല്ലാം വിശദമായിട്ട് ഓരോന്നോരോന്നും കാണുകയായിരുന്നു ദിവസങ്ങളിൽ. എന്താണ് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ എന്താണ് പാപം, മാനസാന്തരം, നീതി? അതിലേക്ക് എത്താൻ മാനുഷികമായ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ജഡം കൊണ്ട് സാധിക്കാത്ത ഈ ഫൗണ്ടേഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തത് ഒരു ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവ്, ബൈബിൾ പെർസ്പെക്റ്റീവിൽ നിന്നാണ്. അതായത് നമ്മുടെ ചിന്തകളിലൂടെ അല്ല നമ്മൾ പോയത്. വേദപുസ്തകം എന്താണ് പാപത്തെക്കുറിച്ച് പറയുന്നത്, വേദപുസ്തകം എന്താണ് മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നത്, വേദപുസ്തകം എന്താണ് നീതിയെക്കുറിച്ച് പറയുന്നത്, വേദപുസ്തകം എന്താണ് ഈ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നത്, ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വിഷയങ്ങളിലൂടെ എല്ലാം നമ്മൾ പോകുന്നത് ദൈവം എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ള തലത്തിലാണ്. അത് നമുക്ക് അപ്രാപ്യമാണ്. ഒരു ജഡമനുഷ്യനും അത് സ്വന്തം പ്രയത്നത്താൽ സാധിക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് രക്ഷ പൂർണ്ണമായും സൗജന്യവും ദൈവത്താൽ തുടങ്ങി ദൈവത്താൽ അവസാനിപ്പിക്കുന്ന ഒരു കാര്യവുമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലിങ്ക്. വി നീഡ് ടു ബിലീവ് ഇൻ ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ജീവൻ, അത് അന്ന് നടന്ന ജീവൻ എന്നുള്ളത് മാത്രം പറയുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഇന്നും നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവനിൽ നമ്മൾ ആശ്രയിക്കുക എന്നുള്ളതാണ്. വി ഹാവ് ടു കണ്ടിന്യൂവലി ട്രസ്റ്റ് ഹിം, എവറി മോമെൻറ്റ് ട്രസ്റ്റ് ഹിം. ഡോണ്ട് ട്രസ്റ്റ് ഓൺ മൈസെൽഫ്, ട്രസ്റ്റ് ഓൺ ക്രൈസ്റ്റ് എവറി ടൈം. എല്ലാ സമയത്തും നമ്മളിലേക്ക് നോക്കാതെ, നമ്മുടെ അസറ്റ്സിലേക്ക് നോക്കാതെ, ഓരോ ടാസ്കിന് മുമ്പിലും യേശുവിലേക്ക് നോക്കുവാൻ, അവൻ്റെ ജീവനാൽ അതിനെ ജയിക്കുവാൻ. നമുക്കറിയാം വേദപുസ്തകത്തിലെ റോമാലേഖനം 5:10 പറയുന്നത്, നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പുത്രൻ്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ നമ്മെ എത്ര അധികമായി രക്ഷിക്കും. അപ്പം നിരന്ന ശേഷമുള്ള രക്ഷ അവൻ്റെ ജീവനാലാണ്. നിരന്നത് അവൻ്റെ കൃപയാണ്. നിരന്ന ശേഷം നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് സാൽവേഷൻ. അത് യേശുവിൻ്റെ ജീവനാലാണ് നമുക്ക് ലഭിക്കുന്നത്. അവൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ രക്ഷ അനുഭവിക്കാൻ സാധിക്കില്ല. ഓൺലി വി വിൽ ബി അറ്റ് ദ പ്രൈമറി സ്റ്റേജ്, അതായത് ആ പാല് കുടിക്കുന്ന പ്രൈമറി സ്റ്റേജിൽ നിൽക്കുകയുള്ളൂ. എന്നാൽ കട്യാഹാരം കഴിക്കുന്ന സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ, ജഡീക ജീവിതത്തിൽ നിന്ന് ആത്മീക ജീവിതത്തിലേക്ക് പോകണമെങ്കിൽ യേശുവിൻ്റെ ധനസമൃദ്ധി നമ്മൾ അനുഭവിക്കണം. അതുതന്നെ നമ്മൾ റോമാലേഖനം 8:31 മുതൽ, നമ്മൾ 30 വരെ ഇൻ്റർപ്രറ്റ് ചെയ്തുള്ളൂ. 31 മുതൽ നമ്മൾ കാണുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് ശ്രദ്ധിച്ചു, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് വ്യാഖ്യാനിക്കുന്നത്, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ പറയുന്നത് ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആരുടെന്നൊക്കെ ചോദിച്ചു വിടാം. കൊള്ളാം, നല്ല വാക്യമാണ്. പക്ഷെ അവിടുത്തെ ഉദ്ദേശം അതല്ല. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ഏത് സംബന്ധിച്ചാൽ? തൊട്ടു മുമ്പുള്ള വാക്യം വായിച്ച്, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമ്മളെ തേജസ്കരിക്കാൻ തീരുമാനിച്ചാൽ അതിനെതിരെ നിൽക്കുന്നവനാർ. അതാ വാക്യത്തിൻ്റെ അർത്ഥം. ഏത് സംബന്ധിച്ചാണ് ഇത് പറയുന്നത്? അതിനെക്കുറിച്ചാണ്, അതിന് മുമ്പുള്ള വാക്യത്തെക്കുറിച്ച് അത് പറയുന്നത്. ഇത് സംബന്ധിച്ച്, ഏത് സംബന്ധിച്ച്? അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തേജസ്കരിക്കാൻ അവൻ അറിയാം. ഇത് രക്ഷ നിങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ദൈവത്തിന് അറിയാം എന്നാണ് ആ വാക്യം. അടുത്ത വാക്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെയുള്ള ബാക്കിയെല്ലാം. എന്താ അവനോടുകൂടെ ഉള്ളത്? അവനോടുകൂടെയുള്ള സകലതും നിങ്ങൾക്ക് തരാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ, അവൻ്റെ നീതി, വിശുദ്ധി, തേജസ്, അവൻ്റെ പുത്രത്വം, അവൻ്റെ രാജ്യം, അവൻ്റെ തേജസ്, ഇതെല്ലാം നിങ്ങൾക്ക് തരാതിരിക്കുമോ? നിങ്ങൾക്ക് വെറുതെ ഒരു പകുതി ദാനമായി ദൈവം തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇത് പൂർത്തീകരിക്കാൻ ദൈവത്തിന് കഴിയും. അടുത്ത വാക്യം, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ആർക്കും കുറ്റം ചുമത്താൻ പറ്റത്തില്ല, കാരണം ദൈവമാണ് അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്ത വാക്യം, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളും സ്വന്തം പുത്രനെ ആദരിയാതെ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രക്ഷ തന്നവൻ ഈ ലോകത്തിലെ വേസ്റ്റ് തരുമെന്നല്ല അതിനർത്ഥം. രക്ഷ തന്നവൻ യേശുവിനോട് കൂടെയുള്ള ധനസമൃദ്ധി കൂടെ നമുക്ക് തരുമെന്നർത്ഥം. അതുപോലെ ഇത് സംബന്ധിച്ച് നാം എന്ന് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളിൽ
ആരംഭിച്ച രക്ഷയുടെ ആ പെർഫെക്ഷനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മളത് നേരത്തെ കണ്ടതാണ്. ഈ വാക്യമല്ല നമ്മൾ വായിച്ചത് എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് രാവിലെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഹോളിനെസ്, വിശുദ്ധി എന്താണ് എന്ന വിഷയമാണ്. അപ്പോൾ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ ക്രിസ്തുവിലുള്ള വിശുദ്ധിയുടെ പ്രത്യേകതകൾ നമ്മൾ കാണുകയായിരുന്നു. ഇറ്റ്സ് നോട്ട് സംതിങ് മാനുഫാക്ചർഡ് ബൈ മാൻ. യേശു ക്രിസ്തുവിൽ നമ്മളായിരിക്കുമ്പോഴുള്ള വിശുദ്ധീകരണം ഏത് തലത്തിലാണ് നമ്മളിത് അനുഭവിക്കുന്നത്? നമ്മൾ കണ്ടു, വിശുദ്ധിയെക്കുറിച്ച് ദൈവം ഡിമാൻഡ് ചെയ്യുന്നത് ബി ഹോളി ആസ് ഐ ആം ഹോളി എന്നാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ദൈവദൂഷണം പോലെ തോന്നും. കാരണം ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ പെർഫെക്ഷൻ, ആ പെർഫെക്റ്റ് ഹോളിനെസ് എനിക്കെങ്ങനെ ലഭിക്കും? അതുപോലെ പിതാവിൻ്റെ അതേ സൽഗുണപൂർത്തി നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പം പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, അയ്യോ പിതാവിൻ്റെ അതേ സ്വഭാവം എനിക്കുണ്ടാവുമോ? ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിങ്ങൾ നിറഞ്ഞു വരട്ടെ എന്നൊക്കെ പറയുമ്പം നമ്മുടെ ഉള്ളിൽ ഭയം തോന്നും. കാരണം അത് സംഭവിക്കുമോ? ഞാൻ യേശുവിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരുമോ? അവൻ കാണിച്ച അതേ സ്നേഹം, അവൻ കാണിച്ച അതേ കരുണ, അവൻ കാണിച്ച അതേ പരിശുദ്ധി, അവൻ കാണിച്ച അതേ സ്വഭാവം അതെൻ്റെ ഈ അവയവങ്ങളിൽ വരുമോ? എനിക്കത് ഉൾക്കൊള്ളാനോ ചിന്തിക്കാനോ പറ്റാത്ത ഒരു കാര്യമാണ് അവിടെ. പക്ഷെ വേദപുസ്തകം പറയുന്നത് അവൻ നമ്മൾ ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അധികം ദൈവത്തിൻ്റെ നല്ല ഗുണങ്ങളാൽ നമ്മളെ നിറയ്ക്കാൻ കഴിവുള്ളവനാണ്. അത് നിറയ്ക്കുവാനായി നമ്മളിൽ അവൻ്റെ ആത്മാവിനെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി നമ്മളിൽ വന്ന് നിറയുന്നതെല്ലാം ഈ ആത്മാവിലൂടെയാണ്. നമ്മൾ രാവിലെ കണ്ടതാണ് എഫെസ്യ ലേഖനം 3:16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അല്ലെ, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനുശേഷം ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം അടുത്ത വാക്യം ഇതാണ്, ചോദിക്കുന്നതിലും ഇങ്ങനെ. അപ്പോൾ എന്താ ചോദിക്കുന്നേ? ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണം. ചോദിക്കുന്നതിലും നമുക്ക് ചിന്തിക്കുന്നതിലും അധികം നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന് എന്ന് പറഞ്ഞാൽ, നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മശക്തിയാൽ നമ്മൾ ചോദിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും അധികം ദൈവത്തിൻ്റെ നിറവിനാൽ നമ്മെ നിറയ്ക്കാൻ കഴിയുന്നവന്. അതല്ല അതിൻ്റെ അർത്ഥം? അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നിറയ്ക്കാൻ കഴിയുന്നവന് തലമുറയായി സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ കാരണം ക്രിസ്തുവിൻ്റെ, ഞാൻ പറഞ്ഞു വിശുദ്ധീകരണം എന്ന് പറയുന്നത് ക്ലീനാക്കൽ പ്രോസസ്സ് അല്ല, അത് ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം പ്രാപിച്ച നമ്മുടെ ഉള്ളിൽ ദൈവിക സ്വഭാവങ്ങളെ നിറയ്ക്കുന്ന പരിപാടിയാണ് വിശുദ്ധീകരണം. വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് സാൽവേഷൻ, വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. നീതീകരണം ഒരിക്കലായി നടന്നു, ദൈവം എന്നെ നീതിമാൻ എന്ന് സീലടിച്ച് വിട്ടു. പക്ഷെ വിശുദ്ധീകരണം പടിപടിയായി നടക്കുന്ന ഒരു കാര്യമാണ്. ആ പടിപടിയായി നടക്കുന്ന വിശുദ്ധീകരണത്തെക്കുറിച്ച് അവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മളിൽ ഓരോന്നായി വന്ന് നിറഞ്ഞ് നമ്മൾ അവൻ്റെ പൂർണ്ണത പ്രാപിക്കുവോളം ഈ പണി തുടർന്നുകൊണ്ടിരിക്കും. ഇതിനെ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ കണ്ടത് ഈ ദൈവത്തിൻ്റെ വിശുദ്ധി എങ്ങനെ പ്രാപിക്കുന്നുള്ള അങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ രാവിലെ സംസാരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. എബ്രായ ലേഖനത്തിൻ്റെ ഒരു വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം, എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. അവർ ശിക്ഷിച്ചത്, അതായത് മാതാപിതാക്കൾ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. നിങ്ങൾ എന്തിനാ പിള്ളേരെ തല്ലുന്നേ? അവർ നന്നാവാൻ വേണ്ടിയാണോ അതോ ദേഷ്യം വന്നിട്ടാണോ? ചുമ്മാ പറയുന്നല്ലേ, ദേഷ്യം വന്നിട്ടല്ലേ തല്ലുന്നേ? രണ്ടും കൂടെയാണോ? എന്തെങ്കിലും ആയിക്കോട്ടെ. പിള്ളേർ ചോദിച്ചറിയാം തല്ലുമ്പോൾ ദേഷ്യം ഉണ്ടായിരുന്നോ എന്ന്. ഏറ്റവും നല്ലത് ദേഷ്യമൊക്കെ പോയി കഴിഞ്ഞ് തല്ലുന്ന, അപ്പോഴത് കറക്റ്റ് തല്ലാവത്തുള്ളൂ. ദേഷ്യത്തോടെ തല്ലിയാൽ പിള്ളേർക്കും വൈരാഗ്യം ഉണ്ടാകും ചിലപ്പോൾ, അല്ലെ ഭയപ്പെട്ടവരനുസരിച്ചേക്കാം. പക്ഷെ പ്യുവർ ഡിസിപ്ലിനിങ് എന്ന് പറയുന്നത് ദേഷ്യമില്ലാതെ സ്നേഹത്തിൽ ശിക്ഷിക്കുന്നതാണ്. അപ്പോൾ കുറച്ചു നേരം കാത്തിരിക്കണം. നമ്മുടെ ദേഷ്യം ഏറ്റവും വലിയ പിശാച, അതൊന്ന് അടങ്ങിയിട്ട് വേണം വടിയെടുക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം പിള്ളേർക്കൊരു സിഗ്നൽ നിങ്ങൾ കൊടുക്കരുത്, ദേഷ്യപ്പെടുന്നത് ഈസ് ഓക്കെ, 2 പൊട്ടിക്കുന്നത് ഈസ് ഓക്കെ എന്ന്. ഇവർ നിങ്ങളോട് പൊട്ടിക്കില്ലായിരിക്കും, ചെറിയ പിള്ളേരായതുകൊണ്ട്. അവർ വലുതാകുമ്പോൾ അവർ ആർക്കെങ്കിലും പൊട്ടിച്ചോളൂ. സോ യു ഷുഡ് നോട്ട് കമ്മ്യൂണിക്കേറ്റ് ടു ദം ദാറ്റ് അടി ഈസ് ഓക്കെ. പക്ഷേ പേരൻ്റൽ ഡിസിപ്ലിനിങ് എപ്പോഴും സ്നേഹത്തിലായിരിക്കണം. നല്ല ദേഷ്യം വരുമ്പം ഒന്നീ കർത്താവെ സ്തോത്രം എന്ന് പറയുക. കർത്താവും സ്തോത്രം ഒന്നും വായി വന്നില്ലെങ്കിൽ 100-ൽ നിന്ന് 1 വരെ പുറകോട്ട് എണ്ണുക. എങ്ങനെയെങ്കിലും ദേഷ്യം കളഞ്ഞിട്ട് വേണം ഇവരടുത്ത് വടിയെടുത്തോണ്ട് ചെല്ലാൻ. ഓക്കെ, കാരണം നമ്മൾ അടിയല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ദേഷ്യവും വൈരാഗ്യവും നമ്മുടെ പ്രാകൃത മനുഷ്യൻ്റെ വികൃത സ്വഭാവങ്ങളല്ല ഈ പിള്ളേർ കാണുന്നത്. എന്തിനാ അവരതൊക്കെ കാണിക്കുന്നത്? ഓക്കെ, അപ്പം ഈ മാതാപിതാക്കൾ എന്തിനാണ് തല്ലുന്നത്? അവർ നന്നാവാൻ വേണ്ടിയാണ്. അത് ഇവിടെ എഴുതിയേക്കുന്നത് അവർ നന്നാവാൻ വേണ്ടിയാന്ന് നമുക്കതങ്ങ് വിശ്വസിക്കാം, അല്ലേ? ബൈബിളിൽ അങ്ങനെ എഴുതി. കുറേ കാലത്തേക്കും തങ്ങൾക്ക് ബോധിച്ച പ്രകാരം. അപ്പം മാതാപിതാക്കൾക്ക് ഒരു ഐഡിയ ഉണ്ട് പിള്ളേർ എങ്ങനെയാണെന്ന്. ആ ഐഡിയ അനുസരിച്ച് പിള്ളേർ വന്നില്ലേ പൊട്ടിയിട്ട് കിട്ടും. അതാണ് എൻ്റെ അർത്ഥം. അടുത്ത വാക്യം, അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. അത് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനെന്നല്ല,
For they disciplined us for a short time as it seemed best to them, but he disciplines us for our good, that we may share his holiness. അവൻ്റെ വിശുദ്ധിയുടെ പങ്കാളിത്തം ഞാൻ അനുഭവിക്കുന്നവരെയാണ് ഈ ഡിസിപ്ലിനിങ്. അപ്പം നമ്മൾ രാവിലെ കണ്ട 4 കാര്യങ്ങളുടെ കൂടെ ഒരു കാര്യവും കൂടെ ചേർക്കാം. വിശുദ്ധിയുടെ കൂടെ ദൈവത്തിൻ്റെ ഡിസിപ്ലിനിങ് ഉറപ്പാണ്. ദൈവത്തിൻ്റെ ഡിസിപ്ലിനിങ് ഇല്ലാത്തവർക്ക് ഒരിക്കലും എന്തുണ്ടാകാൻ പറ്റത്തില്ല? വിശുദ്ധി ഉണ്ടാകാൻ പറ്റത്തില്ല. എപ്പോൾ വരെ നമുക്ക് ഡിസിപ്ലിനിങ് ഉണ്ടാവും? ബാലശിക്ഷ നമ്മൾ എഴുതിയിരിക്കുന്നത് അതൊരു വിഷമം. ശിക്ഷയല്ല, അത് ശരിക്കും ശിക്ഷണമാണ്, ട്രെയിനിങ് ആണ്, ഇറ്റ്സ് എ ഡിസിപ്ലിനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര നാൾ ഈ ഡിസിപ്ലിനിങ് ഉണ്ടാവും? 2 കാരണത്താൽ ഡിസിപ്ലിനിങ് ഇല്ലാതിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ മക്കളായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി യേശുവിൻ്റെ വിശുദ്ധിയിൽ എത്തി കാണും. ഇതിലേതായിരിക്കും സത്യം? ഒന്നുകിൽ നിങ്ങൾ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ നിങ്ങൾ പ്രാപിക്കുന്നില്ല എങ്കിൽ കൗരടന്മാരത്രേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മക്കളല്ല. ഇനി മക്കളാണെങ്കിൽ പിന്നെ ഡിസിപ്ലിൻ എപ്പോൾ വരെ ഉണ്ടാവും എന്ന് പറയുന്നത്? അവൻ്റെ വിശുദ്ധിയുടെ പങ്കാളിത്തം എനിക്ക് ലഭിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഒരു ചെറിയ ഡിസിപ്ലിനിങ് വരുമ്പോഴേക്കും രക്ഷപ്പെടാൻ വേണ്ടി ഉപവാസ പ്രാർത്ഥന എടുക്കരുത്. കർത്താവിനോട് ചോദിക്കണം, കർത്താവേ ഈ ഡിസിപ്ലിനിങ് എന്തിനു വേണ്ടിയാണ്? ഇതിലൂടെ ഞാൻ എന്താണ് പഠിക്കേണ്ടത്? നിൻ്റെ സ്വഭാവത്തിൻ്റെ എന്ത് പങ്കാളിത്തത്തിലേക്കാണ് നീ എന്നെ നടത്തുന്നത്? നമുക്ക് ഭയങ്കര പേടിയാണ്, എന്തായി തീരും. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ സൊല്യൂഷനാണ് നോക്കുന്നത്. പക്ഷെ കർത്താവ് ഈ ശിക്ഷണത്തിലൂടെ എന്നോട് എന്താ സംസാരിക്കുന്നതെന്ന് ചോദിക്കാനുള്ളൊരു സാവധാനത നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാകണം. അപ്പം നമ്മൾ ഇതുവരെ 5 കാര്യങ്ങളാണ് വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞത്. വളരെ പെട്ടെന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് എന്താണ്? ദൈവത്തോടൊപ്പമുള്ള റെസ്റ്റാണ് വിശുദ്ധി, അല്ലേ? എവിടെ നിന്നാണ് മനസ്സിലായത്? ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശാബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഈ ദൈവത്തോടൊപ്പമുള്ള റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര വിക്ടറിയാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കറിയാം എൻ്റെ പിതാവുമായി എനിക്ക് സമാധാനമുണ്ട്. ആ സമാധാനം എനിക്ക് തരുന്നൊരു ആശ്വാസം നിസ്സാര ആശ്വാസമല്ല. എനിക്ക് ദൈവവുമായി റെസ്റ്റ് ഉണ്ട്. ആ റെസ്റ്റിലേക്ക് പ്രവേശിക്കാനാണ് എബ്രായർ 4 നമ്മളോട് പറയുന്നത്. ഇത് എത്രാമത്തെ ദിവസമാണ്? 7ാമത്തെ ദിവസമാണ്. ആകെ ഭൂമിയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? 7 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. 7ാം ദിവസത്തിൻ്റെ സന്ധ്യയും ഉഷസ്സും ഇന്ന് വരെ ആയിട്ടില്ല. 7ാം ദിവസത്തിൻ്റെ സന്ധ്യ ആകാൻ നമ്മളിങ്ങനെ സന്ധ്യാസമയത്ത് ഇരിക്കുക. ഏത് സമയത്തും ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരും. പിന്നെ ഉഷസ്സാവുമ്പോൾ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കും. 6 ദിവസവും സന്ധ്യ ഉഷസ്സായി. 1ാം ദിവസം സന്ധ്യ ഉഷസ്സായി, 2ാം ദിവസം സന്ധ്യ ഉഷസ്സായി, 3ാം ദിവസം. അവസാനം കർത്താവ് വിശ്രമിച്ചു, 7ാം ദിവസം ശുദ്ധീകരിച്ചെന്ന് പറഞ്ഞ ശേഷം സന്ധ്യയുമായില്ല, ഉഷസ്സുമായില്ല. പക്ഷെ ലോങ് ഡേ. എബ്രായത്തിൽ പറയാണ്, അന്ന് പ്രവൃത്തികൾ അവസാനിപ്പിച്ച് വിശ്രമിച്ച കർത്താവ് ആ വിശ്രമത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. പലരും പ്രവേശിച്ചിട്ടില്ല, എന്നാൽ നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ളൊരു വാഗ്ദത്തം ലോകാരംഭത്തിൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം ഈ ശാബത്ത് അവശേഷിക്കുന്നു. എന്നാൽ പുത്രൻ ആ ശാബത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു, എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ അവൻ നിവൃത്തനായി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന്. അതുപോലെ നമ്മളും നിവൃത്തരാകാനുള്ള ഒരു ഇട, കുറച്ചു പേർക്ക് അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനുള്ള, അവൻ്റെ സ്വസ്ഥത പ്രാപിക്കാനുള്ള ഒരു ഇട ശേഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അനുസരണക്കേടിൽ വീണു പോകാതെ ആ സ്വസ്ഥത പ്രാപിക്കാൻ വേണ്ടി ഉത്സാഹിക്കുക. ഇതാണ് വിശുദ്ധിയുടെ 1ാമത്തെ തലം നമ്മൾ ഇന്ന് കണ്ടത്. 2ാമത്തെ തലം പറഞ്ഞത്, നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധമാകയാൽ നിൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക. അപ്പം കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് പറയുന്നത് നമ്മുടെ നടപ്പ് വിടുക എന്നുള്ളതിൻ്റെ അർത്ഥം. അല്ല, ചെരുപ്പിനകത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഇന്ന് വരെയുള്ള നടപ്പ് വിടുക. കാരണം സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു വഴി തിരഞ്ഞെടുക്കാൻ പോവുക. അതായത് ദൈവത്തിൻ്റെ വെളിപ്പാടിലൂടെ നടക്കുന്ന ഒരാൾ ഈ സെപ്പറേറ്റഡ്, അവൻ സാധാരണ മനുഷ്യനെ പോലല്ല, ഇന്ന് വരെയുള്ള നടന്ന നടപ്പല്ല. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ദൈവത്തിൻ്റെ പിന്നാലെ ചെന്ന് പഴയ നടപ്പുകളെ നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് തുടർച്ചയായിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയും. റെവലേഷൻ ഉണ്ടാകുന്നത് എപ്പോഴും പരിശുദ്ധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് മാത്രമേ വെളിപ്പാടുകൾ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, നമുക്ക് ദൈവം സംസാരിക്കുന്ന കേൾക്കണമെങ്കിൽ വി നീഡ് ടു ബി ഓൺ എ ഹോളി ഗ്രൗണ്ട് വിത്തൗട്ട് അവർ സ്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയം നടത്തമില്ലാതെ നമ്മൾ നിസ്സഹായരായി കല്ലിൻ്റെ മുള്ളിനിടയിൽ ഈ പാദത്തോടെ അവൻ്റെ സന്നിധിയിൽ നിന്നാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? അവൻ്റെ വെളിപ്പാടുകൾ നമ്മൾ കേൾക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബൈബിള് വായിച്ചു തള്ളാം, കേട്ട് തള്ളാം, പക്ഷെ ഇതൊന്നും വെളിപ്പാടായോ വിശ്വാസമായോ നമ്മുടെ ഉള്ളിൽ പരിണമിക്കില്ല. വി നീഡ് ടു ബി ഓൺ ദറ്റ് ഹോളി ഗ്രൗണ്ട് ടു ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. എന്നോടൊരാൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തുമാത്രം വില കൊടുക്കുന്നോ അത്രമാത്രം നിങ്ങൾക്ക് വചനം തുറന്നു വരും. കാരണം കർത്താവ് പറഞ്ഞ്, എന്നെ അനുസരിക്കുന്നവന് വേണ്ടി അല്ലേ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ ആത്മാവിനെ തരും, അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തെല്ലാം ഈ ലോകത്തുനിന്ന് ഉപേക്ഷിക്കുന്നോ, ഈ ലോകത്തിൻ്റെ ചെളിയെ വേണ്ടെന്ന് വെക്കുന്നോ, അതിൻ്റെ മലിനത ഉപേക്ഷിക്കുന്നോ, അതനുസരിച്ച് നിങ്ങൾക്ക് വചനം വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കും. ഗോഡ് വിൽ ഗിവ് യു മോർ ആൻഡ് മോർ റെവലേഷൻ. പൗലോസിനൊക്കെ അങ്ങനെ ആക്കാൻ വേണ്ടി എന്തുമാത്രം സഫറിങ്ങിലൂടെ കർത്താവ് കൊണ്ടുവന്ന് ഒറ്റ കാര്യമുള്ളൂ, അവൻ്റെ വെളിപ്പാട് സ്വീകരിക്കാൻ മാത്രമുള്ള ഒരു പരിശുദ്ധിയുടെ തലത്തിലേക്ക് അവൻ എത്തുക.
നമുക്ക് ഈസി ലിവിങ് തിരഞ്ഞെടുക്കാം, പാല് കുടിക്കുന്ന ജീവിതം തിരഞ്ഞെടുക്കാം. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലമുണ്ടാവില്ല. അല്ലേ? ജഡീകന്മാരെന്നാണ് അവരെ വിളിക്കുന്നത്. പ്രാണന് വേണ്ടി കരുതുന്ന എല്ലാ ജീവിതവും, പ്രാണന് വേണ്ടി കരുതുന്നതല്ല, പ്രാണനെ ഫോക്കസ് ചെയ്തുള്ള എല്ലാ ആത്മീകതയും ജഡീകമാണ്. ആത്മീകതയല്ലത്. ജഡത്തെ സംബന്ധിക്കുന്നതാണ്, പ്രാണനെ സംബന്ധിക്കുന്നതാണ്, നിലനിൽപ്പിനെ സംബന്ധിക്കുന്നതാണ്, ഉത്കണ്ഠകളെ സംബന്ധിക്കുന്നതാണ്. നമ്മുടെ ഉത്കണ്ഠകളാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ആ ഉത്കണ്ഠകളെ സംബന്ധിക്കുന്ന സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് ഫ്രം ഗോഡ്, ഇറ്റ്സ് ഫ്രം അവർ ഓൺ ടെൻഷൻസ്. നമ്മുടെ അബല മനസ്സിനെയാണ് അവർ ചൂഷണം ചെയ്യുന്നത്. നിനക്കൊരു നല്ല കാലം വരാൻ പോകുന്നു, ആ പ്രോമിസിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്, നോട്ട് ബൈ ഗോഡ്. അപ്പോൾ ഇതെല്ലാം പ്രാണന്റെ തലത്തിലുള്ള ശുശ്രൂഷകളാണ്. നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, പ്രാണനെയും ആത്മാവിനെയും തുളച്ചു ചെല്ലണം. അല്ലേ? അതെന്താ തുളച്ചു ചെല്ലുന്നേ? ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം എവിടം വരെ തുളച്ചു ചെല്ലണം? പ്രാണനിൽ നിന്നുള്ള ചിന്തയും ആത്മാവിൽ നിന്നുള്ള ചിന്തയും തമ്മിൽ വേർപെടുവിക്കുന്നത് വരെ. ഇത് രണ്ടും ഒരുപോലെ ഇരിക്കും. വേർപെടുവിക്കുന്നത് വരെ ഈ വചനം തുളച്ചു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓ, ഈ ശുശ്രൂഷ പ്രാണനുള്ളതായിരുന്നു, എൻ്റെ പ്രാണനെ സുഖം കിട്ടിയുള്ളൂ, അത് പാലായിരുന്നു. ഈ പാല് കുടിച്ച് ഞാൻ ജഡീകനായി മാറിക്കൊണ്ടിരിക്കുക. അപ്പം എനിക്ക് വചനം ഉള്ളിലേക്ക് വരുമ്പോൾ എനിക്ക് അടുത്ത വിവേചനം ഉണ്ടാവും, ഓ, ഇത് ആത്മാവിന് വേണ്ടിയുള്ളതാണ്, ഇത് കട്ടിയാഹാരമാണ്. ഇത് വിവേചിക്കണമെങ്കിൽ തഴക്കത്താൽ അഭ്യാസം വന്നവർക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ. അപ്പോൾ ഈ വിവേചനം ഒരു പ്രധാനപ്പെട്ട വിവേചനമാണ്. പിന്നെ നമ്മൾ കണ്ട വേറൊരു വിവേചനം, എന്തിനാണ് റിയൽ മഹത്വമുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള വിവേചനമാണ്. അല്ലേ? അതായത് രണ്ട് തരം കാര്യങ്ങൾ ലോകത്തുണ്ട്. ഒന്ന്, ലോകത്തിൻ്റെ മഹത്വം തരുന്ന കാര്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം, ഇഷ്ടം പോലെ പണം, ആളുകളുടെ ബഹുമാനം. ഓ, നല്ല പ്രസംഗമായിരുന്നു ബ്രദർ, ഓ, അത് പോകുന്ന മഹത്വമാണ്. പോകുന്ന മഹത്വം. ഇന്ന് നല്ലത് പറഞ്ഞാൽ നാളെ ചീത്ത പറയാം. ദാറ്റ്സ് നോട്ട് ലാസ്റ്റിംഗ് ഗ്ലോറി. എന്താ ലാസ്റ്റിംഗ് ഗ്ലോറി? ഇന്ന് വൈകിട്ട് ഞാൻ കിടക്കാൻ പോകുമ്പോൾ കർത്താവ് പറയാം, മോനെ, നീ ഇന്ന് ചെയ്തത് എനിക്ക് സന്തോഷമായി. ഓ, അത് മതി, സന്തോഷമായി. അത് നിലനിൽക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ അപ്രൂവൽ. ഇത് ശരിക്കും യേശുവിൻ്റെ മഹത്വമാണോ ഞാൻ നേടുന്നത്, അതോ മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റാത്ത ഈ ലോകത്തിൻ്റെ മഹത്വമാണോ ഞാൻ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്? കത്തിപ്പോകുന്നതാണോ തേജസ്സിലേക്ക് പോകുന്നതാണോ? ഈ വിവേചനവും നമ്മൾ ഓരോ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ ആത്മാവിലുള്ള തിരഞ്ഞെടുക്കാൻ നമുക്ക് പഠിക്കുകയുള്ളൂ. ഞാനിത് എത്രയും പറഞ്ഞാലും നമ്മുടെ വിശ്വാസികളിൽ ഒരു ചെറിയ പങ്ക് മാത്രമേ ഈ ആത്മാവിൻ്റെ ജീവിതത്തിലേക്ക് പോവുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. കാരണം എപ്പോഴും ദ ബ്രൂട്ട് മെജോറിറ്റി ഓഫ് ഡിസൈപ്പിൾസ് വിൽ പ്രിഫർ മിൽക്ക്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇത് എത്ര പേരോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് നമ്മൾ നിത്യത ചെല്ലുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, പാല് കുടിക്കുന്ന തലത്തിൽ നിന്ന് ഗ്രോയിങ് ടു ദ ലെവൽ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അത് ഈ തഴക്കത്താൽ അഭ്യാസം വന്നവർക്ക്, പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട വിശുദ്ധിയുടെ മൂന്നാമത്തെ തലം എന്ന് പറയുന്നത്, ദൈവം പറയാണ്, നിങ്ങളുടെ ഇടയിൽ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കാം. അപ്പോൾ റെവലേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ തലത്തിൽ, ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ഭാഗത്ത്, വിശുദ്ധിയുടെ രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവരാകണം, മനുഷ്യൻ്റെ ആശ്വാസങ്ങളല്ല. ദൈവം എന്താണ് സംസാരിക്കുന്നതെന്ന് വചനത്തിൽ നിന്ന് വേർതിരിക്കാൻ നമുക്ക് പറ്റുമ്പോൾ, കർത്താവിൻ്റെ ശബ്ദം തുടർച്ചയായിട്ട് കേൾക്കാൻ നമുക്ക് പറ്റുമ്പോൾ, ദാറ്റ് വിൽ ബി ദ ഫ്യൂവൽ ദാറ്റ് പ്രൊപ്പൽസ് അവർ എൻജിൻ. അതുകൊണ്ടാണ് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ വിശുദ്ധിയുടെ ഒരു തലത്തിൽ നമ്മൾ കാണുന്നത് സ്വസ്ഥതയാണെങ്കിൽ, അടുത്ത തലത്തിൽ നമ്മൾ കാണുന്നത് അവൻ നമ്മളോട് സംസാരിക്കുന്നതാണ്. അത് സെപ്പറേറ്റഡ് ആണ്. അത് മനുഷ്യൻ സംസാരിക്കുന്ന പോലെയല്ല, മനുഷ്യൻ ആശ്വസിപ്പിക്കുന്നത് പോലെയല്ല, മനുഷ്യൻ്റെ വാക്കുകൾ പോലെയല്ല, മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയല്ല. മൂന്നാമത്തെ കാര്യം ഇതാണ്, നിങ്ങളുടെ ഇടയിൽ എനിക്കൊരു വിശുദ്ധ മന്ദിരം, എനിക്ക് നിങ്ങളുടെ ഇടയിൽ വസിക്കേണ്ടതിന്. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഇത് ദൈവത്തിൻ്റെ ദയനീയാവസ്ഥയാണ്. നമ്മുടെ അകത്ത് വസിക്കണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. അവിടെ നമ്മൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിന് സ്ഥാനം കൊടുത്തേക്കുന്നത്. അവിടെ ഒരു രക്ഷയില്ല. കർത്താവ് പറയാം, എനിക്ക് നിങ്ങളുടെ നടുവിലൊരെണ്ണം പണി. എന്നിട്ട് കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? നമ്മളെ തന്നെ മന്ദിരമാക്കി മാറ്റണം. ജീവനുള്ള മന്ദിരത്തിലാണ്. കർത്താവ് എപ്പോഴും പറയുന്നുണ്ട്, മനുഷ്യരുടെ കൈപ്പണിയായ ദേവാലയങ്ങളിൽ വസിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ദൈവം അപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന ജീവനുള്ള മന്ദിരങ്ങളിൽ വസിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് നമ്മളെയും ഒരാലയം പോലെ ആത്മാവ്, ദേഹി, ദേഹം, അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം, ഇങ്ങനെ 3 പ്രത്യേക ഖണ്ഡങ്ങളുള്ള മനുഷ്യനെ ഉളവാക്കിയത് ആത്മാവിൽ അവൻ്റെ തേജസ് ഇറങ്ങി വന്ന് വാഴാൻ വേണ്ടിയാണ്. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം നമ്മൾ കാണുമ്പോൾ അവൻ്റെ തേജസ്, മഹത്വം, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പ് ആലയത്തെ നിറച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവൻ്റെ മജസ്റ്റി, അവൻ്റെ അധികാരം അതിവിശുദ്ധ സ്ഥലത്തുള്ള ആ ചെയറിൽ മാത്രമല്ല, അതിന് ചുറ്റുമുള്ള വിശുദ്ധ സ്ഥലത്തും അതിന് വെളിയിലുള്ള പ്രാകാരത്തെയും എല്ലാം നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ അധികാരം. അതെവിടെ നിന്ന് തുടങ്ങും? ആത്മാവിൽ തുടങ്ങി ദേഹിയെയും ശരീരത്തെയും കീഴടക്കുന്ന ദൈവത്തിൻ്റെ രാജത്വം. അത് ഓരോ മനുഷ്യനിലും വസിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ മനുഷ്യൻ അതിനെ അനുവദിക്കുന്നില്ല. മനുഷ്യൻ അശുദ്ധനായിപ്പോയി. അവൻ്റെ ആ വിശ്രമം
മനുഷ്യരോടൊപ്പമുള്ള അവൻ്റെ വിശ്രമം അലങ്കോലമായി. അതുകൊണ്ട് അവൻ പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഞാൻ വിശ്രമിക്കാം, നിങ്ങളുടെ ഇടയിൽ ഐ വിൽ റെസ്റ്റ്. നീയും ആഴ്ചയിൽ ഒരിക്കൽ വന്ന് എൻ്റെ കൂടെ റെസ്റ്റ് ചെയ്താൽ മതി. അതേ പറ്റൂ. കർത്താവിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മളെന്താ ശാബത്ത് ആചരിക്കാത്തത്? നമ്മൾ 24 മണിക്കൂറും റെസ്റ്റ് ചെയ്യാൻ വിളിക്കപ്പെട്ടവരാ ദൈവത്തിൻ്റെ കൂടെ. നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോഴും വി ആർ റെസ്റ്റിംഗ് വിത്ത് ദ ലോർഡ്. കാരണം നമ്മുടെ അകത്ത് കർത്താവുണ്ട്. വി ക്യാൻ ഓൾവേസ് ബി അറ്റ് റെസ്റ്റ്. പക്ഷെ അവർക്ക് അങ്ങനല്ല, അവർക്കത് പറ്റത്തില്ല. അതുകൊണ്ട് അവരുടെ ഇടയിൽ ദൈവം ഒരു ആലയം പണിതിട്ട് ആ ആലയത്തിൽ വന്ന് റെസ്റ്റ് ചെയ്യുക, ആ റെസ്റ്റ് കൊടുക്കുക. ദൈവത്തിന് റെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പണിയൊന്നും എടുക്കുക, ചുമ്മാ ഇരിക്കാൻ നിങ്ങൾ വിചാരിക്കരുത്. അതല്ല ദൈവത്തിൻ്റെ റെസ്റ്റ്. സ്വസ്ഥതയാണ്, മനുഷ്യനോടൊപ്പമുള്ള സ്വസ്ഥതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ദൈവം പറയാണ്, 6 ദിവസം നിങ്ങൾ അധ്വാനിച്ചോ, 7-ാം ദിവസം വന്ന് തിരി സ്വസ്ഥത പ്രാപിക്കും, എൻ്റെ കൂടെ ഇരുന്ന് സ്വസ്ഥത പ്രാപിക്കും. ദാറ്റ്സ് എ കോൾ ഫോർ ഹോളിനെസ്. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു വിളിയാണ്. ഇതാണ് 3ാമത് നമ്മൾ കാണുന്നത്. 4ാമത് നമ്മൾ കണ്ടത് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമായിരുന്നു തോന്നുന്നു, അല്ലെ 9-ാം വാക്യം മുതലായിരുന്നു. 11-ാം വാക്യം മുതൽ. മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അപ്പോൾ ഈ യാഗപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന മൃഗങ്ങളുടെ ഉടൽ എവിടെ വെച്ചാൽ ചുട്ടുകളയുന്നത്? പാളയത്തിന് പുറത്താ, ടൗണിന് പുറത്താ, സിറ്റിക്ക് പുറത്താ, അല്ലേ, നഗരത്തിന് പുറത്ത്, ഔട്ട്സൈഡ് ദ ക്യാമ്പ്. യേശു എന്ത് ചെയ്തു? അടുത്ത വാക്യം. സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ച്, ലൈക്ക് ആൻ ആനിമൽ ഓഫേർഡ് ഫോർ സാക്രിഫൈസ്, യാഗത്തിന് അർപ്പിക്കപ്പെട്ട ഒരു മൃഗത്തെ പോലെ യേശു എന്ത് ചെയ്തു? അവൻ നഗരവാതിലിന് വെളിയിൽ പോയി നമുക്ക് വേണ്ടി, നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ്റെ ശരീരം തകർക്കപ്പെടാൻ അനുവദിച്ചു. ഓക്കെ, അടുത്ത വാക്യം. ആകയാൽ നാമും അവൻ്റെ നിന്ദ ചുമന്നുകൊണ്ട്. പണ്ടൊക്കെ പെന്തക്കോസ്തുകാർ നേകുന്ന ഭയങ്കര നിന്ദയായിരുന്നു. ഇന്നിപ്പം പെന്തക്കോസ് എന്ന് പറയുന്നത് ഭയങ്കര ഗമയായിട്ട് വന്നിരിക്കുക. കാരണം കഴിഞ്ഞ ദിവസം പണ്ട് എങ്ങോ അടിമാലിൽ ഒരാൾ പ്രസംഗിക്കുന്നു കേട്ടു, നിങ്ങൾക്കറിയാമോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരു പെന്തക്കോസ്തുകാരനാണ്. എല്ലാവരും ഹല്ലേലൂയാ പറഞ്ഞു. കാരണം പഴയ പെന്തക്കോസ്തുകാരൊന്നുമല്ല നമ്മൾ. പണ്ടൊക്കെ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തവരുന്നു. പെന്തക്കോസ്തുകാരെന്ന് കേട്ടാൽ തന്നെ പണം ഉള്ളവരുടെ ഒരു പിക്ചറാണ് വരുന്നത്. ചില്ലറക്കാരല്ല നമ്മൾ, അല്ലേ? നമ്മൾ പാളയത്തിനകത്തോട്ട് കയറി, നഗരത്തിനകത്തോട്ട് കയറിയേക്കുക. പുറത്തിരിക്കേണ്ട നമ്മൾ എന്ത് ചെയ്തിരിക്കുക? നഗരത്തിൽ എല്ലാവരുടെയും നടുക്ക് ചെന്നിരിക്കുക. എൻ്റെ അങ്കിളും ആൻറ്റിയൊക്കെ സ്നാനപ്പെടുന്ന സമയത്ത് അതൊരു വലിയ സംഭവമായിരുന്നു അവരുടെ സ്നാനം. ഒരു യാക്കോബപ്പള്ളിയിൽ നിന്ന് സ്നാനപ്പെടുക. അപ്പോൾ നാട്ടുകാരെല്ലാം വിളിച്ചായിരുന്നു, ഞങ്ങളുടെ വീട്ടിലൊരു മാമോദിസയുണ്ട്, എല്ലാവരും വരണമെന്ന് പറഞ്ഞു. ഇതെന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ നാട്ടുകാർ ഇഷ്ടം പോലെ കൂടി. കാരണം ഇവിടെ പള്ളിയിലെ ആൾക്കാർ ഇത്തിരി പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ആയിരുന്നുകൊണ്ട് പരിചയമുള്ള ആൾക്കാർ, എല്ലാ ബന്ധുക്കളെല്ലാം വന്ന് കൂടിക്കഴിഞ്ഞപ്പോൾ ഈ പ്രായമായവരുടെ മാമോദീസയാണ്. ഇവിടെ പ്രസംഗമൊക്കെ കഴിഞ്ഞവരെല്ലാം ജീപ്പിലിങ്ങനെ പോകാൻ നേരത്ത് ആൾക്കാർ 2 സൈഡിലുണ്ട്. ഈ ശവവണ്ടി കൊണ്ടുപോകുന്ന നോക്കും, 2 സൈഡിൽ നിൽക്കുമല്ലോ. അതുപോലെ അത്ഭുതത്തോടെ ഇങ്ങനെ മൂക്കത്ത് വരല്ലോ, ഇവരുടെയൊക്കെ ഈ ഗതി വന്നല്ലോ ദൈവമേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അവസാനം ഈ സ്നാനപ്പെടുന്ന ആൾക്കാർ പോയ ജീപ്പിൽ അയൽവക്കത്തുള്ളൊരു ഹിന്ദു സഹോദരിയും കയറിയായിരുന്നു. ഇവർ സ്നാനക്കുളത്ത് ചെന്നിറങ്ങി ഓരോരുത്തരായിട്ട് സ്നാനപ്പെട്ടപ്പോൾ ഞാൻ 7 മാസം മുമ്പ് സ്നാനപ്പെട്ടു. അതിനുശേഷമാണ് എൻ്റെ പേരൻസ് ഇതിൻ്റെ കൂടെയാണ് സ്നാനപ്പെടുന്നത്. എൻ്റെ പേരൻസ്, എൻ്റെ അങ്കിള്, ആൻറ്റി, അവരുടെ പിള്ളേർ ഇതിൽ. അവസാനം ആൻറ്റിയും കൂടെ സ്നാനപ്പെട്ട് കയറുന്ന സമയത്ത് ഈ ഹിന്ദു സഹോദരി ഉണ്ടല്ലോ കൂടെ വന്നയാൾ നെഞ്ചിനിട്ട് 4 ഇടി, ഒരൊറ്റ കരച്ചിൽ. അപ്പം എൻ്റെ ആൻറ്റി ചോദിച്ചു, ഞാൻ സ്നാനപ്പെട്ടിട്ട് നീ എന്തിനാ കരയുന്നത്? അപ്പോൾ ഈ സഹോദരി പറയാം, ഇനി മേലിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്നോർത്ത് കരഞ്ഞാന്ന്. അവർ വിചാരിച്ച ക്രിസ്തുവിൻ്റെ നിന്ദം ചുമന്നുകൊണ്ട് നഗരവാതിലിന് വെളിയിൽ പോയി എന്നാണ്. പക്ഷേ നമുക്കുമല്ലോ ഇത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പിന്നെ ഇവിടെ തന്നെയുണ്ട്, അകത്ത് തന്നെയുണ്ട്. നമ്മൾ മരിച്ചെന്ന് അവർക്ക് മനസ്സിലായി, പക്ഷെ നമ്മൾ മരിച്ച കാര്യം നമുക്ക് മനസ്സിലായിട്ടില്ല. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം? അപ്പോൾ നമ്മളെ ദൈവം സെപ്പറേറ്റ് ചെയ്യുന്നു. എവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു? നഗരത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുണ്ട്രയിൽ നിന്ന് മാറി താമസിക്കണമെന്നോ കൊല്ലത്ത് നിന്ന് മാറി താമസിക്കണമെന്നോ അല്ല അർത്ഥം. ലോകം ചിന്തിക്കുന്ന ചിന്തകളിൽ നിന്ന്, അവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് അവരെന്തിനെ നന്മയെന്ന് വിളിക്കുന്നോ, എന്തിനെ ഉത്കൃഷ്ടമെന്ന് വിളിക്കുന്നോ, എന്തിനെ വിജയമെന്ന് വിളിക്കുന്നോ, ആ വേൾഡ് വ്യൂ, ആ ലോകക്രമത്തിലുള്ള വിശ്വാസം. വേൾഡ് വ്യൂ എന്നുള്ള വാക്ക് ഒരു പക്ഷേ ഇത്തിരി അത് എങ്ങനെ മലയാളത്തിൽ പറയേണ്ടത് എനിക്കറിയില്ല. വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, അതാണ് നഗരം. ആ നഗരത്തിന് വെളിയിലേക്ക് ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ആൾക്കാർ നിന്ദിക്കാൻ തുടങ്ങുന്നുള്ള അതിനർത്ഥം.
അപ്പം മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത ക്രിസ്തുവിന്റെ ജീവനിലേക്ക് നമുക്ക് കിടക്കുന്നതാണ് ശരിക്കുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മളത് വസ്ത്രം ധരിച്ചൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് സെപ്പറേഷൻ ആകുക. പക്ഷെ പാളയത്തിന് പുറത്തിറങ്ങാനുള്ള ധൈര്യം നമുക്കില്ല. എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? നിന്ദ സഹിക്കാനുള്ള ധൈര്യം നമുക്കില്ല. കാരണം ഇതോടുകൂടി ഈ പരിപാടി തീർന്നു പോയി, നാണം കെടുവോ. നമ്മുടെ എല്ലാം പ്രാർത്ഥന ഏതാ? മനുഷ്യരുടെ മുമ്പിൽ എന്നെ മാനിക്കണേ, എന്നെ നിന്ദിച്ചവരുടെ ഇടയിൽ നിന്നെ മാനിക്കുന്ന ദൈവം എന്ന് പറഞ്ഞു വൈബ്രേഷനിൽ പറഞ്ഞാൽ ഇത്രയും കേട്ട വചനവും നിങ്ങൾ മറന്ന് നിങ്ങൾ ഹല്ലേലൂയ പറയും. അതാണ് നമ്മുടെ ട്രെയിനിങ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്കെല്ലാം ഭയങ്കര അനുഗ്രഹം വരുവാന്ന് ഒരു വെളിപ്പാട് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുന്നു ചോദിച്ചു. അവർ വിശ്വസിക്കും ചിലപ്പം. ഞാൻ പറഞ്ഞ കറക്റ്റാണ്. കാരണം എത്ര വചനം കേട്ടാലും ഉണ്ടല്ലോ, നമുക്ക് ഈ പ്രാണനോടും ഈ ലോകത്തോടുമുള്ള ആ ഒരു ആസക്തിയും ആ ഭയവും പോകത്തില്ല. ഇതിന് സ്തോത്രം പറയുന്നതിനേക്കാളും ശബ്ദത്തിലൊരു വൈബ്രേഷൻ കൊണ്ട് വേറൊരു മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ സ്തോത്രം പറഞ്ഞു പോവും. അതാണ് ട്രെയിനിങ്. ഞാൻ പറയുന്ന കള്ളമല്ല, ഞാൻ പറയുന്ന തെറ്റായി ഭവിക്കട്ടെ എന്ന് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അപ്പോൾ പാളയത്തിൻ്റെ വെളിയിൽ ഇറങ്ങി കഷ്ടം അനുഭവിക്കുവാൻ, നിന്ദ ചുമക്കുക, അതാ പ്രധാനപ്പെട്ട കാര്യം. കഷ്ടമല്ല കാര്യം, യേശു അനുഭവിച്ച നിന്ദ ചുമക്കാനാണ്. ആകയാൽ നാം എന്തുകൊണ്ട് അവന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ രക്തം അർപ്പിച്ച ശേഷം അവന്റെ ശരീരം പാളയത്തിന് പുറത്ത് വെച്ച് നശിപ്പിക്കാൻ ഒരു മൃഗത്തെ പോലെ എറിഞ്ഞു കൊടുത്തു. ആ പുണ്യാഹ രക്തം എനിക്ക് വേണ്ടി കൃപാസനത്തിൽ തളിച്ചു. ആ ഏക യാഗത്താൽ നമ്മളെ എന്നേക്കുമായി ശുദ്ധീകരിച്ചു. ഒരു വിശുദ്ധ ജനമാക്കി നമ്മളെ മാറ്റി. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. His blood cleanses us from all our iniquities. അതുകൊണ്ട് നമ്മൾ ക്ലീൻ ആയവരായതുകൊണ്ട്, നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ലാത്തത് കൊണ്ട് ഒരു ട്രൂ സെപ്പറേഷനിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട് അന്ത്യകാലത്ത്. ആ ട്രൂ സെപ്പറേഷൻ എങ്ങനെയാണെന്നറിയോ? അവിശ്വാസിയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ട് അവൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നൊരു സെപ്പറേഷൻ ഉണ്ട്, ആത്മാവിൻ്റെ സെപ്പറേഷൻ. ഇത് ഒരാളെയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സെപ്പറേഷൻ അല്ല. ആ അയൽക്കാരനെ സ്നേഹിച്ചുകൊണ്ട് അവൻ വിചാരിക്കും, ഞാൻ ഇവനെ എത്ര ബള്ളു പറഞ്ഞിട്ട് ഇവൻ എങ്ങനെ എന്നെ സ്നേഹിക്കുന്നത്? ഞാൻ പറഞ്ഞു, വി ആർ സെപ്പറേറ്റഡ്. നമുക്ക് സ്നേഹിക്കാൻ മാത്രമല്ലേ പറ്റൂ. വി ആർ ലിമിറ്റഡ് ബൈ അവർ ചോയ്സസ്. വി ആർ ഡെഡ് ടു ഓൾ അവർ ഹ്യൂമൻ ഓപ്ഷൻസ്. വി ആർ ഓൺലി അലൈവ് ടു വാട്ട് ക്രൈസ്റ്റ് വുഡ് ഹാവ് ഡൺ. യേശുക്രിസ്തു ചെയ്യുമായിരുന്നതും ജീവിക്കുമായിരുന്നതുമായ ഇടുക്ക് വഴി ഒഴിച്ച് ബാക്കി എല്ലാറ്റിനോടും മരിച്ചവനാണ് സെപ്പറേറ്റഡ് ഫ്രം ഓൾ അതർ വർക്ക്സ്. ഞാനിത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരാൾ കരണത്തടിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു കരണത്തടിച്ചു. നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, അതിൽ ഓരോ ഓപ്ഷൻ മാത്രം ഇപ്പോൾ ജീവനോടുള്ളൂ, ബാക്കിയെല്ലാം ചത്തുപോയി. കാരണം യേശു മരിച്ചപ്പോൾ അതെല്ലാം മരിച്ചു. പിന്നെ ആകെ ഓരോ ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. എന്തോ കൊണ്ടിട്ട് പറയാം, ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയാം, സാരമില്ല പോട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു വിടാം. ആ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. വിശ്വസിച്ചോ? ആ ഓപ്ഷനേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാറ്റിനോടും നമ്മളങ്ങ് ചത്തുപോയി. ഭയങ്കര ബുദ്ധിയായിരുന്നു, അവന് ഒതുക്കാനുള്ള വഴികളൊക്കെ അറിയായിരുന്നു. പക്ഷെ എല്ലാത്തിനോടും ഞാനങ്ങ് ചത്തുപോയി. കാരണം യേശു മരിച്ചപ്പോൾ ഞാനും അവൻ്റെ കൂടെ മരിച്ചുപോയി. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒന്നും എനിക്ക് ഓപ്പൺ ആകുന്നില്ല. ഇങ്ങനെ ഞാൻ പ്രസംഗിച്ചപ്പം ഒരാൾ ബിലീവേഴ്സ് ജേണലിൽ ഒരു കുറിപ്പടി അടിച്ചിട്ടു, ഒരു ചോദ്യം ഒരു ഉത്തരം. ഇങ്ങനെ നമ്മൾക്ക് ഓപ്ഷൻസ് എല്ലാം തീർന്നു. ഒരുത്തൻ കർണത്തടിച്ചാൽ കർണം കാണിച്ചു കൊടുക്കണം, പുതപ്പ് ഉപയോഗിക്കണം, ഉടുപ്പ് ഉപയോഗിക്കണം. അങ്ങനെ ചോദിച്ചാൽ നാട്ടുകാർ നമ്മുടെ പുറത്ത് പെരുമ്പറ കൂട്ടില്ലേ? ഇതാണ് ചോദ്യം. ഉത്തരം പെരുമ്പറ കൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാസ്റ്റർമാരിങ്ങനെ പലതും പറയും, ഇങ്ങനെയുള്ള ഉപദേശങ്ങളിൽ കുരുങ്ങരുത്, നിങ്ങൾക്ക് നിയമപരമായ പരിരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ആരെങ്കിലും തല്ലി എന്ത് ചെയ്യണം? പോലീസ് കേസ് കൊടുക്കുക നടത്തും. ഞാനിത് വായിച്ചിട്ട് ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലത്തെല്ലാം കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഞാനതിന് മറുപടി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, പരിജ്ഞാനത്തിൻ്റെ തലമാണ് ഞാൻ പ്രസംഗിച്ചത്. അത് 5 വർഷമായിട്ട് പ്രസംഗിക്കുന്ന ഒരു ചർച്ച പ്രസംഗിച്ചത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ തലം. പക്ഷേ ഈ നോട്ടീസ് അടിച്ചവൻ ആകെ 1-2 പ്രാവശ്യം ഇത് കേട്ടിട്ടുള്ളൂ. അയാൾക്ക് മനസ്സിലാകാതിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാനങ്ങളിട്ട ശേഷമേ എങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, പരിജ്ഞാനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അടിസ്ഥാനത്തിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിങ്കിലുള്ള വിശ്വാസം. അവൻ ഒരു പ്രാവശ്യം എൻ്റെ കർണത്തടിക്കണമെങ്കിൽ തന്നെ ദൈവം അനുവദിക്കാതെ സാധിക്കില്ല. ഒരുത്തനും എൻ്റെ തലയിലോ പുറത്തോ പെരുമ്പറ കൊട്ടില്ല. അതിൻ്റെ കാരണം എന്താ? ദൈവം അനുവദിക്കാതെ സാത്താന് പോലും എന്നെ പരീക്ഷിക്കാൻ പറ്റില്ല. വിശ്വാസമില്ല?
ഒരു ദിവസം പത്രോസിൻ്റെ അടുത്ത് യേശു പറഞ്ഞ എന്താണെന്നറിയോ? യേശുവിനോട് സാത്താൻ പറയാണ്, ദൈവത്തോട് പറയാണ്, എനിക്ക് അവനെ ഗോതമ്പ് പാറ്റുന്ന പോലെ ഇട്ടൊന്ന് പാറ്റണം. കാരണം നിന്റെ പുത്രൻ പറഞ്ഞേക്കുന്ന ഇവന്റെ വിശ്വാസത്തിന്റെ അടിത്തറയിൽ സഭ പണിയുന്നു, എന്തോരം ഉണ്ടെന്ന് നോക്കണമല്ലോ. അപ്പൊ കർത്താവ് പറയാം, നീ എങ്ങനെ വേണേലും പാറ്റിക്കോ, പക്ഷെ വിശ്വാസത്തെ തൊട്ടേക്കരുത്. പിന്നെ എന്നാ പാറ്റാനാ? അവൻ ആകെ നോക്കുന്ന, പിശാച് നോക്കുന്നവിടെ വിശ്വാസത്തെ തകർക്കാനാ. പക്ഷെ ദൈവം വിശ്വാസത്തെ പരീക്ഷിക്കാൻ പോലും അനുവദിക്കുന്നില്ല. എന്താ കാര്യം? പരീക്ഷിച്ചാൽ പത്രോസ് പോക്കാ. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ പോലും പിശാചിന് എന്ത് വേണം? ദൈവത്തിന്റെ സാങ്ഷൻ വേണം. അപ്പൊ അവന് ഒരുത്തൻ വന്ന് ചുമ്മാ കാരണത്തടിച്ചിട്ട് പോവോ? അപ്പൊ ദൈവം എൻ്റെ തലമുടിനാര് താഴെ വീഴുന്നത് വരെ അറിയുന്നു എന്ന വിശ്വാസം ഉണ്ടെങ്കിലേ ധൈര്യമായി യേശുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നോക്കാൻ എനിക്ക് കഴിയത്തുള്ളൂ. ആ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ പാല് കുടിക്കുന്നവരെ പോലെ ഇരിക്കും. ഈ പരിജ്ഞാനം എന്ന വിഷയത്തിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ, വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ അവസാനം കണ്ടത് ഇതിലൊരു ഡിസിപ്ലിനിങ് ഉണ്ടെന്നാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ ലോകപരമായ പിതാക്കൾ നിങ്ങളെ ഡിസിപ്ലിൻ ചെയ്തപ്പം എന്തിനാളാ എന്നെ തല്ലുന്നത് ചോദിച്ചുകൊണ്ട് വടിയെടുത്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു തല്ലിയോ? ഇല്ല, നിങ്ങൾ അവരെ ബഹുമാനിച്ചു പോന്നു. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, ബഹുമാനിച്ചു പോന്നു. ഓക്കെ, തല്ല് കൊടുക്കുന്നവനോടാ കൂടുതൽ ബഹുമാനം പിള്ളേർക്ക്. കേട്ടോ, സാർമാർ ചെറുപ്പത്തിലെ നല്ല തല്ലുന്ന സാർമാരാണ് നമ്മളൊരു 10-20 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ നമുക്കും ഭയങ്കര സ്നേഹമാണ്, തല്ലിയവർക്കും ഭയങ്കര സ്നേഹം. എന്നാൽ തല്ലാതെ തോളത്ത് കയറ്റുകൊണ്ടിരുന്ന സാർമാർക്ക് നമ്മളൊരു മൈൻഡും ഉണ്ടാവില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പോൾ തല്ലുന്നവരെ നമ്മൾ എന്തു ചെയ്യും? വണങ്ങിപ്പോരും. അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ നമ്മളെ തല്ലുമ്പോൾ നമ്മളവരെ വണങ്ങിപ്പോന്നു. അപ്പോൾ ആത്മാക്കളുടെ ഉടയവനായ പിതാവ് അവൻ്റെ പുത്രൻ്റെ ഹോളിനെസ്സിന് വേണ്ടി ഡിസിപ്ലിൻ ചെയ്യുമ്പം നമ്മളവനെ വണങ്ങി, നന്ദി ദൈവമേ, സ്തോത്രം, നീ അറിയാതൊന്നും സംഭവിക്കാത്തതിനായിട്ട് സ്തോത്രം, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പം ചിലതൊരിത്തിരി കട്ടിയായിട്ട് വരും, നമുക്ക് താങ്ങാൻ വരാതെ വരുമ്പോൾ ഞാൻ പറയും, കർത്താവേ എനിക്ക് താങ്ങാനാകുന്നില്ല, നീ എനിക്ക് സഹായിക്കണം, എനിക്കൊരു പോക്കുവഴി അപ്പോൾ കർത്താവ് ഉണ്ടാക്കി തരും. പാപം ചെയ്യാതെ ഞാൻ നിങ്ങളതും എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അല്ലേ ഒരു ദിവസം. പോക്കുവഴി കർത്താവ് ഒരുക്കി തരും. നമുക്ക് പറ്റാത്ത പരീക്ഷകൾ തരുന്ന ഒരാളല്ല ദൈവം. 1-ാം ക്ലാസ്സിലെ കൊച്ചിന് 1-ാം ക്ലാസ്സിലെ പരീക്ഷ, അവന് PhD എക്സാമിനേഷൻ കൊടുക്കത്തില്ല. സ്ലോ ആൻഡ് സിസ്റ്റമാറ്റിക് ഗ്രോത്ത്, ക്രിസ്തുവിലെത്തുന്ന വരെ അവൻ്റെ ഡിസിപ്ലിനിങ്. ഈ പരിശുദ്ധിയുടെ ഓട്ടം നമ്മൾ ഓടിയാൽ വി നീഡ് ടു റെവറൻഷ്യലി ഓണർ ദ ലോർഡ് വെൻ ഹി ഡിസിപ്ലിൻസ് അസ്. അവൻ നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ കർത്താവേ സ്തോത്രം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ വിശുദ്ധിയുടെ കാര്യം നമ്മൾ അവിടെ അവസാനിപ്പിക്കാം. ഇനി നമ്മൾ ഇന്നേ വരെ പറഞ്ഞ സമ്മറി, ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? വാട്ട്സ് ഇറ്റ്സ് കൺക്ലൂഷൻ? എന്താണ് നമുക്ക് ദൈവം നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഒരു വാക്യം കൂടെ രാവിലെ വായിച്ചായിരുന്നു പരിജ്ഞാനത്തെക്കുറിച്ച്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരെയും നിയമിച്ചിരിക്കുന്നു. അതെന്തിനു വേണ്ടിയാ? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും. അപ്പം യേശുവിനെ എനിക്കറിയാവുന്നത് പോലെ ആരും അറിയണം? നിങ്ങളും അറിയണം. എൻ്റെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ അറിയുന്ന പോലെ തന്നെ നിങ്ങളും അറിയണം. അടുത്ത വാക്യം, തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയ്ക്കും വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയം. അപ്പൊ ഈ സഭയല്ല, ഈ ലോകത്ത് ഇത്രയും സഭകളുണ്ട്. ദൈവം എന്തുമാത്രം സഭകളായി ലോകത്ത് അനുവദിച്ചു, എന്തുമാത്രം ഡിനോമിനേഷൻസ്. ആൾക്കാർ എന്നോട് ചോദിക്കും, എന്തോരം ഡിനോമിനേഷൻസാണ് നിങ്ങൾക്ക് ഹിന്ദുക്കൾ, അതായത് നോൺ ബിലീവേഴ്സ്. ഞാൻ പറയും, ഒരു 1000 എണ്ണം ഉണ്ടാവട്ടെ എന്ന് എൻ്റെ ആഗ്രഹം. ഓരോ തെരുവിലും ഓരോ കോർണറിലും ഓരോ മുക്കിലും മൂലയിലും അനേക സഭകളുണ്ടാവട്ടെ, അവിടെ എല്ലാ ശുശ്രൂഷകരുണ്ടാകട്ടെ. പക്ഷേ ആ സഭകളെല്ലാം ലക്ഷ്യം വെക്കുന്നത് ക്രിസ്തു എന്ന തലയോളം വളരുന്ന വിശ്വാസികളായിരിക്കണം. ഓരോ പാസ്റ്ററിനും ഒരു സ്വപ്നം ഉണ്ടാകണം, ഓരോ സുവിശേഷകർക്കും ഓരോ സ്വപ്നം ഉണ്ടാകണം. എൻ്റെ മുൻപിലിരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന് മുൻപിൽ ഒരിക്കൽ പ്രസൻ്റ് ആകേണ്ടവനാണ്. അന്ന് അവൻ അലങ്കോലമായി പ്രസൻ്റ് ആകുമ്പം ആരായിരുന്നു നിങ്ങളുടെ ഇടയൻ എന്ന് ദൈവം അന്വേഷിക്കുമ്പം അത് ഞാനായിരുന്നു എന്ന് പറയേണ്ട വരരുത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇത് മാതാപിതാക്കൾക്കും ആപ്ലിക്കബിളാണ്. അവരവരുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ ഓരോരോ കോലത്തിലാകുമ്പോൾ ദൈവം അവസാനം ചോദിക്കരുത്, ഇവൻ്റെ പേരൻസ് നിങ്ങളല്ലേ,
ഇതെന്താ ഇങ്ങനായത് എന്ന് ചോദിക്കുമ്പം ദെയർ ഇസ് എ റെസ്പോൺസിബിലിറ്റി. പാസ്റ്റർ ഹാസ് എ റെസ്പോൺസിബിലിറ്റി. പാസ്റ്റർ നല്ല റെസ്പോൺസിബിലിറ്റി, ചർച്ചിനാണ് റെസ്പോൺസിബിലിറ്റി. ഇവിടെ വരുന്ന ഓരോരുത്തരും യേശുവിൻ്റെ പരിജ്ഞാനം പ്രാപിക്കണം. ഭയപ്പെടരുത്, ലോകത്തിലേക്ക് നോക്കരുത്. നമുക്ക് എല്ലാവർക്കും പല ടെൻഷൻസ് ഉണ്ട്, അതെല്ലാം പരിഹരിക്കാൻ ദൈവം ശക്തനാണ്. അവനെ വിശ്വസിക്കുക, യേശുവിൻ്റെ നേരെ നോക്കി അവനെ നോക്കി ഒരു ഓട്ടം ഓടുക. അതല്ലാതെ അന്ത്യകാലത്ത് വിശ്വാസത്തിൽ നിലനിൽക്കുന്നതായി കാണപ്പെടുവാൻ വേറൊരു വഴിയുമില്ല. ഓക്കെ, ഈ പരിജ്ഞാനം എന്ന് പറയുന്നത് എന്ത് വിലയേറിയതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താ പരിജ്ഞാനം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒറ്റ മിനിറ്റ് കൊണ്ട് ആ പരിജ്ഞാനം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത വാക്യത്തിലേക്ക് പ്രവേശിക്കാം. വാട്ട് ഈസ് ദിസ് പരിജ്ഞാനം? കട്ടിയാഹാരം. എബ്രായ ലേഖനത്തിൽ പറയാണ്, നിങ്ങൾ ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക. ആദ്യ വചനങ്ങളുടെ ഉപദേശങ്ങളുടെ ഫൗണ്ടേഷൻ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെയും അത് ഉറപ്പിക്കേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? പരിജ്ഞാന പൂർത്തി എന്ന കട്ടിയാഹാരത്തിലേക്ക് പോകണം. ആ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വാക്യങ്ങളാണ് നമുക്കതിന് ആധാരമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എടുത്തത്. ഒന്ന്, ഇത് റിപ്പീറ്റേഷനാണ്. 1 എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായ പരീക്ഷിക്കപ്പെട്ടവനത്രേ ആകുന്നു. അപ്പം യേശു നമ്മുടെ തുല്യമായ എല്ലാ അർത്ഥത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി റോമാലേഖനം 8-3, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സദൃശത്തിലും പാപം നിമിത്തവും അയച്ചു. അപ്പം ദൈവത്തിൻ്റെ പുത്രൻ വന്നു, എനിക്ക് പകരം വന്നു. എൻ്റെ പാപജഡത്തിൻ്റെ സദൃശ്യത്തിൽ വന്നു. അവനിൽ പാപം ഉണ്ടായിരുന്നില്ല, പക്ഷെ എൻ്റെ പാപജഡത്തിൻ്റെ സദൃശ്യത്തിൽ അവൻ വന്നു. അവൻ എന്നെ പോലെ ഇരുന്നു. ആരെ പോലെ ഇരുന്നു? ഡാവിഞ്ചി വരച്ച പിക്ചർ പോലല്ല ഇരുന്നത്. ഓരോരുത്തർക്കും ചിന്തിക്കാം, ഞാൻ മാത്രമേ ഈ ലോകത്ത് പാപിയായിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഹി വാസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട്. അവൻ എനിക്ക് പകരം വന്നു. ഞാൻ അനുഭവിക്കേണ്ട മരണം എനിക്ക് വേണ്ടി അനുഭവിച്ചു. അതുമാത്രമല്ല, എന്നിൽ പൂർത്തിയാകേണ്ടിയിരുന്ന നീതി അവനിൽ പൂർത്തിയാക്കി. അത് 8:3 പറയുന്നത്. 8:4 റോമാലേഖനം 8:4 പാപത്തിന് യേശുവിൻ്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ, അതായത് ആത്മാവ് യേശുവിൻ്റെ ജീവൻ, അകത്തുള്ള യേശുവിൻ്റെ ജീവനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിറവേറേണ്ടതിന് യേശു എന്ത് ചെയ്തു? ആ ശരീരം ഓഫർ ചെയ്തു. ആ ശരീരത്തിനകത്ത് അകപ്പെ ഉണ്ടാകുമായിരുന്നു, എൻ്റെ ശരീരത്തിൽ ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് അതിനൊരു പകരം ശരീരം, ഊനമില്ലാത്ത മഹാപുരോഹിതൻ എനിക്ക് പകരക്കാരനായി മാറി. അത് മരണത്തിൽ മാത്രമല്ല, ജീവനിലും എനിക്ക് പകരക്കാരനായി മാറി. എൻ്റെ എല്ലാ പരീക്ഷകളെ അവൻ നേരിട്ടു. അത് എബ്രായ 4:15. ഞാൻ അനുഭവിച്ചു പോകുന്ന എല്ലാ ടെൻഷൻസും അവൻ അനുഭവിച്ചു. ഞാൻ അനുഭവിച്ചു പോകുന്ന എല്ലാ രോഗങ്ങളിലൂടെ അവൻ കടന്നുപോയി. അവൻ പാപം ചെയ്തില്ല. എന്നെ പോലുള്ള അയൽക്കാരുണ്ടായിരുന്നു, എൻ്റേതുപോലുള്ള ബന്ധുക്കളുണ്ടായിരുന്നു, എൻ്റെ പോലുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു, പക്ഷേ പാപം ചെയ്തില്ല. ഞാനിവിടെ എല്ലാം പാപം ചെയ്യും. അപ്പം ഞാനും അവനും തമ്മിലുള്ളൊരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് കവർ ചെയ്യുന്നതിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. വി നീഡ് ടു ബി ലൈക്ക് ജീസസ്. പ്രസംഗിക്കുമ്പം യേശു ആയിരുന്നു പ്രസംഗിക്കുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ട് യേശുവിനെ പോലെ ആകുന്നില്ല. വാക്കുകൾ ഒന്നായാൽ പോലും ആത്മാവ് എനിക്ക് വേർഡ് ബൈ വേർഡ് യേശു എന്തായിരുന്നു എന്ന് പറഞ്ഞു തന്ന് ഞാൻ അത് മാത്രമേ പ്രസംഗിച്ചുള്ളെങ്കിൽ പോലും എൻ്റെ ശരീരത്തിൽ നിങ്ങളെ സ്നേഹിക്കാനുള്ള, യേശു സ്നേഹിച്ച പോലെ സ്നേഹിക്കാനുള്ള അകപ്പയോ നിങ്ങളുടെ ആത്മരക്ഷയെക്കുറിച്ച് യേശുവിനുണ്ടായിരുന്ന ഭാരമോ എനിക്കില്ലാത്തത് കൊണ്ട് ഐ ബിക്കം എ വീക്ക് ഇമിറ്റേഷൻ ഓഫ് വാട്ട് ജീസസ് ആക്ച്വലി ഡിഡ്. അവിടെയും എനിക്കൊരു പകരക്കാരനുണ്ട്. ഊനമില്ലാത്തൊരു ശരീരം എനിക്ക് പകരം ഈ നീതി നിറവേറ്റിയിട്ടുണ്ട്. അവൻ്റെ ജീവൻ എന്നിൽ വ്യാപരിച്ചാൽ എനിക്ക് അവൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഇതാണ് നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ പരിജ്ഞാനം എന്ന് പറയുന്നത് വാട്ട് വുഡ് ജീസസ് ഹാവ് ഡൺ എന്ന് മാത്രമല്ല, ഹൗ ഹി വുഡ് ഹാവ് ഡൺ ദാറ്റ് എന്നുള്ളത് കൂടെ ഉണ്ട്. അതായത് യേശു എന്ത് ചെയ്യുമായിരുന്നു എന്ന് മാത്രമല്ല, എന്ത് സ്നേഹത്തോടെ ഏത് രീതിയിൽ അത് ചെയ്യുമായിരുന്നു എന്നും കൂടെ നമുക്ക് മനസ്സിലാകുന്നതിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ഈ പരിജ്ഞാനം ഓരോ വിശ്വാസിക്കും ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ലോകത്ത് സഭകൾ നിലനിൽക്കുന്നത്. രക്ഷിക്കപ്പെട്ടവർക്കുള്ളതാ സഭ. രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടി എന്തോ? ഈ പരിജ്ഞാനം പ്രാപിക്കുക എന്നുള്ളതാണ്. അടിസ്ഥാന വേദോപദേശത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ ഓടുന്ന ഓട്ടം യേശു ജീവിച്ച ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. എൻ്റെ പാപ സ്വഭാവത്തിൽ നിന്ന് യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓട്ടം ഓടുന്നത്. അതിനുവേണ്ടിയാണ് സഭ. ആ ഓട്ടത്തിന് സഹായിക്കാൻ വേണ്ടിയാണ്. അല്ല നമ്മളിൽ ചിലർ വിശ്വസിക്കുന്ന പോലെ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ നല്ല ബലമാണ് ബ്രദറെ, പാസ്റ്റർ പ്രാർത്ഥിച്ച എൻ്റെ പിള്ളേർ അമേരിക്കയിൽ പോയത്, പാസ്റ്റർ വന്നേ പിന്നെ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ചാണ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഇവിടെ എന്ത് രക്ഷപ്പെട്ടിട്ടും കാര്യമില്ല. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ഏത് സമയത്തും ധ്വനിക്കുന്ന കാഹള ധ്വനിയുടെ മുൻപിൽ നമ്മൾ ലജ്ജിതരായി നിൽക്കേണ്ടി വരും. ഈ ലോകത്ത് നശിച്ചു പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച്.
ശുശ്രൂഷ തന്നെ മാറിപ്പോയിരിക്കുക, സഭകളുടെ ഫോക്കസ് തന്നെ മാറിപ്പോയിരിക്കുക. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കരയാനും നിങ്ങളോട് പറയാനും അല്ലാതെ സാധിക്കില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ യേശുവിൻ്റെ ജീവന് വേണ്ടിയുള്ള ഒരു ഞരക്കം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനെ പൂർത്തീകരിക്കാൻ കർത്താവിന് കഴിയും. ഇവിടെ ജനങ്ങൾ, കുഞ്ഞുങ്ങൾ എഴുന്നേറ്റെന്ന് പറയും, ഞങ്ങൾക്ക് യേശുവിനെ മതി. ഇവിടുത്തെ പിള്ളേര് ദർശനങ്ങൾ കാണും, അവരെഴുന്നേറ്റെന്ന് പറയും, രണ്ടുടുപ്പുള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ. മാതാപിതാക്കൾ അലറി വിളിക്കും. ആ ഒരു ഉണർവ് വരുന്ന ഒരു അടുത്ത ജനറേഷനെ കണ്ടോണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. നമ്മുടെ കാര്യം ഏതാണ്ട് പോകാറായെന്ന് എൻ്റെ ചിന്ത. കാരണം നമ്മൾ നിഷേധിച്ചവരാ യേശുവിൻ്റെ പരിജ്ഞാനത്തെ. നമുക്ക് ഈ ലോകം മതിയായിരുന്നു. കർത്താവ് നമ്മളോട് കരുണ കാണിക്കട്ടെ. അവസാന ശ്വാസത്തിലെങ്കിലും മടങ്ങി വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് നമ്മളെല്ലാം അവൻ്റെ ആത്മാവിനാലും അവൻ്റെ ജീവന് വേണ്ടിയുള്ള ദാഹത്താലും നിറയ്ക്കാൻ ദൈവത്തിന് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പരിജ്ഞാനത്തിൻ്റെ എന്തിനു വേണ്ടിയാണ് കർത്താവ് ഈ പരിജ്ഞാനം നമുക്ക് തരുന്നതെന്ന് നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ ഇനി വേണം നിങ്ങൾ ഈ പരിജ്ഞാനം എന്ന തലയിലോട്ട് കയറിയിട്ട് വേണം വചനം വ്യാഖ്യാനിക്കാൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? പരിജ്ഞാനം മനസ്സിലായില്ലെങ്കിൽ വചനം വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ഞാൻ വിശദീകരിക്കാം അതെന്തുകൊണ്ടാണ്. റോമാലേഖനം ഫോർ എക്സാമ്പിൾ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ തിയോളജിയാണ്, വേദശാസ്ത്രമാണ്, രക്ഷയെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്. ഏത് സിസ്റ്റമാറ്റിക് തിയോളജിയെക്കാളും വ്യവസ്ഥാപിത ദൈവശാസ്ത്ര പുസ്തകങ്ങളെക്കാളും വ്യക്തവും സുഗ്രാഹ്യവുമായി ഏത് പാപിക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള രക്ഷാശാസ്ത്രമാണ് റോമാലേഖനം 1 അധ്യായം മുതൽ 11 അധ്യായം വരെയുള്ളത്. നിങ്ങൾ സാധാരണ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം പോലെ പൗലോസ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ 12 അധ്യായം മുതൽ എങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരാൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ എഫേസ്യ ലേഖനം നിങ്ങൾ നോക്കിയാൽ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ തിയോളജിയാണ്, വേദശാസ്ത്രമാണ്, സുവിശേഷത്തെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ്. വാട്ട് ഈസ് ദ ഗോസ്പൽ എൻട്രസ്റ്റഡ് ടു ദ അപ്പോസിൽസ്, അതാ പറയുന്നത്. എന്താണ് സുവിശേഷം, എങ്ങനെയാണ് സുവിശേഷത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, എങ്ങനെയാണ് ഇത് എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജായി മാറിയത്, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണ്, വാട്ട് ഈസ് ദ ഗോസ്പൽ എന്നുള്ള എക്സ്പ്ലനേഷൻ എഫേസ്യ ലേഖനം 1, 2, 3. 4 അധ്യായത്തിലേക്ക് വരുമ്പം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിങ്ങളോട് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവിടെ പറയുന്ന ഓരോ വാക്കും ഓരോരുത്തൻ ബോഷ്ക്ക് ഉപേക്ഷിച്ച് തൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കട്ടെ. 4 അധ്യായത്തിൻ്റെ 15 വാക്യം. ഇത് നിങ്ങൾ ചുമ്മാ അങ്ങ് വായിച്ചാൽ, പരിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലാതെ വായിച്ചാൽ കള്ളം പറയാതെ ജീവിച്ചാൽ മതി എന്ന് തോന്നുള്ളൂ. പക്ഷെ പരിജ്ഞാനത്തിൻ്റെ തലത്തിൽ ഇറങ്ങിയിട്ട് വായിച്ചാൽ മനസ്സിലാവും, ബോഷ്കിൻ്റെ പ്രിറ്റൻഷൻ പോലും, നമ്മുടെ ബ്രദറെ എത്ര നാളായി കണ്ടിട്ട് എന്ന് ചോദിക്കുന്നതിനകത്ത് പോലും ഒരു 10% ബോഷ്കുണ്ട്. ഡു യു നോ ദാറ്റ്? പ്രൈസ് ദി ലോർഡ് ബ്രദറെ എത്ര നാളായി കണ്ടിട്ട്, അത്ര സന്തോഷമൊന്നും ഉള്ളിലില്ല. 10% അറ്റ്ലീസ്റ്റ് ഈസ് ആൻ എക്സാജറേഷൻ. നമ്മൾ എത്ര തൂത്താലും പോകാത്ത ഒരു ബോഷ്കിൻ്റെ തലമുണ്ട്. നിങ്ങൾ നോക്കിക്കോ വേണമെങ്കിൽ, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. നമ്മൾ ഒരു സുവിശേഷം പറയാൻ പോകുമ്പോൾ കർത്താവ് വിശ്വസിച്ച് എനിക്ക് സമാധാനം സന്തോഷം ഉണ്ടാവും എന്ന് പറയുന്നതിനകത്ത് ഒരു ബോഷ്കുണ്ട്. കാരണം ഇത് നമ്മൾ അനുഭവിക്കുന്നില്ല. നമ്മൾ തമ്മിത്തല്ലി അടിയും പിരിഞ്ഞിട്ടാണ് പോകുന്നത് സുവിശേഷം പറയാൻ. പറയുന്നത് എന്താ? നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടോ? നമ്മുടെ വീട്ടിലുണ്ടോ? ഈ പാവങ്ങൾ ഇതൊന്നും അറിയാതെ ഇതിനകത്ത് വരികയും ചെയ്യും. അവരെത്ര നോക്കിയിട്ട് ഈ സമാധാനം എന്ന് പറഞ്ഞ സാധനം നിങ്ങളിലൊന്നിലും കാണാനും പറ്റത്തില്ല. ഇന്ന് ബൈബിൾ വായിച്ചവരെല്ലാം കൈവെക്കാൻ പറഞ്ഞാൽ എല്ലാവരും കൈവെക്കും, പക്ഷെ മിക്കവാറും വായിച്ചിട്ടുണ്ടാവില്ല. ഈ ബോഷ്കിൻ്റെ ഭാവം ഒരു നോട്ടത്തിൽ തന്നെ നമ്മളങ്ങ് വിശുദ്ധരാക്കി കളയും. നമ്മളെ 2 തുള്ളി കണ്ണുനീര് കണ്ണിൻ്റെ അറ്റത്ത് കണ്ടാൽ മതി, നമ്മൾ അതോടെ ജയിച്ചു. എൻ്റെ സഹോദരങ്ങളെ, കള്ളം പറയാമെന്ന് മാത്രമല്ല, കള്ളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോലെ മിടുക്കന്മാർ, മതത്തിനകത്തുള്ളവരെ പോലെ കപടഭക്തിക്കാർ. ഇത് യേശുവിൻ്റെ പരിജ്ഞാനത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചാൽ നമ്മൾ നിലവിളിച്ചു പോവും. അതിഥി സൽക്കാരം ആചരിക്കുക. ഓക്കെ, നമുക്ക് പ്രിയമുള്ളവരും പാസ്റ്റേഴ്സും നമ്മളെപ്പോലെ ഇരിക്കുന്നവരും ഒക്കെ നമ്മുടെ വീട്ടിൽ വന്ന് എത്ര നാൾ താമസിച്ചാലും കുഴപ്പമില്ല. ബിക്കോസ് യു നോ വി ആർ സോഷ്യലി ഇക്വേറ്റബിൾ. എന്നാൽ തലതിരിഞ്ഞ സ്വഭാവമുള്ള ഒരുത്തൻ നിങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ട്, ഇങ്ങനെയാണോ കറി ഉണ്ടാക്കുന്നത്, ഇതെന്താ ഇങ്ങനെ, എനിക്ക് ഈ റൂം മതി എന്നൊക്കെ പറയുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ എത്ര നാൾ താമസിപ്പിക്കുകയാളെ? നമ്മൾ ഈ അതിഥി സൽക്കാരം ആചരിക്കുക എന്നുള്ള ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് ആലോചിക്കുക. എങ്ങനെയുള്ള വികൃത രൂപികളെ കർത്താവ് സ്വർഗത്തിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത് നമ്മളെപ്പോലുള്ളതിനെ. ആ പരിജ്ഞാനത്തിൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരാളെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അവിടെ എല്ലാ ഓരോ കൽപ്പനകളും നിങ്ങളോട് എനിക്ക് പറയാനും പറ്റില്ല, ഇത് ഉപദേശത്താലും സ്ഥാപിക്കാൻ പറ്റില്ല. അതിഥി സൽക്കാരം ആചരിക്കാൻ പറഞ്ഞ് ഞാൻ ഒന്നും ഗുണമില്ലാത്ത ഒരുത്തനെ നിങ്ങളുടെ വീട്ടിൽ വിട്ടിട്ട് അവൻ സാധനങ്ങളെല്ലാം മോഷിച്ചുകൊണ്ട് പോയി നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ്റ്ററുടെ വിവരക്കേട്. ഉപദേശിക്കാൻ പറ്റില്ല, ഒരാളോടും പറയാൻ പറ്റത്തില്ല.
ഇത് ഉപദേശത്താൽ വരേണ്ടതല്ല, ആത്മാവ് നമ്മളെ നയിക്കുന്നതനുസരിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. അതിനകത്ത് നമുക്ക് മരണത്തെ ഭയപ്പെടാൻ പാടില്ല. ഇതാണ് കട്ടി ഉപദേശം. 11-ാം അധ്യായം വരെ അല്ല, 12 കഴിഞ്ഞ് അങ്ങോട്ടാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ശരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന യേശുവിൻ്റെ സുവിശേഷം ഭയങ്കര ലൈറ്റും ഭയങ്കര കട്ടിയും അപ്പോസ്തലന്മാർ അത് ഭയങ്കര ലൈറ്റാക്കി തന്നിരിക്കുന്ന. നേരെ തിരിച്ചാ. യേശു ഉള്ളിലേക്ക് വരുമ്പോഴേക്കും ഉപദേശങ്ങളെല്ലാം ഭയങ്കര ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പരിജ്ഞാനത്തിൻ്റെ 7 തലത്തിൽ നോക്കിയാലും അത് കറക്റ്റാണ്. യേശുവിൻ്റെ ലെവലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സ്നേഹമായാലും അതിഥി സൽക്കാരമായാലും. ഒരു എക്സാമ്പിളുടെ അതിഥി സൽക്കാരത്തെക്കുറിച്ച് ഞാൻ പറയാം. യേശു അതിഥി സൽക്കാരം എന്ന് വിചാരിക്കേണ്ട, മറ്റൊരാളെ ശുശ്രൂഷിക്കുന്ന കാര്യം വിചാരിച്ചാൽ മതി. യേശു ഒരു ദിവസം യോഹന്നാന്റെ 13 കാണുന്നത്, അപ്പം നുറുക്കുന്നതിന് മുമ്പ് അവൻ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നൊരു സീനുണ്ട് അല്ലേ. ഈ കാല് കഴുകാൻ നേരത്ത് പത്രോസ് പറയുന്ന കാര്യമുണ്ട്, എൻ്റെ കർത്താവെ എൻ്റെ കാല് നീ കഴുകരുത്. പത്രോസ് ഭയങ്കര ഡീസൻ്റാണ്. യേശു എന്ന ടീച്ചർ വന്ന് അവൻ്റെ കാല് കഴുകുന്നതിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കർത്താവ് പറയുന്നൊരു മറുപടി ഉണ്ട്, ഇപ്പം ഞാൻ നിൻ്റെ കാല് കഴുകിയില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ ഓഹരിയില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കാല് കഴുകുന്നത് ഒരു എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നതെന്നാണ്. എക്സാമ്പിളായിട്ടും കൂടെ ആണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാല് കഴുകിയ പോലെ നിങ്ങളും ചെയ്യണം, ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പത്രോസിനെ കൊണ്ട് പ്രതിസന്ധിയിൽ ചാടിച്ചതല്ല. എക്സാമ്പിൾ ആകാൻ പത്രോസിന് പ്രയാസമൊന്നുമില്ലായിരുന്നു, അതല്ലായിരുന്നു അവരുടെ പ്രശ്നം. കർത്താവ് പറയാണ്, ഞാൻ കാല് കഴുകാൻ നീ എന്നെ കൊണ്ട് സമ്മതിച്ചില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ ഓഹരിയില്ല. ഓഹരിയുടെ കാര്യം പറയുന്നേ? അതല്ല, യേശു ഒരു വീട്ടിലോട്ട് നമ്മൾ ക്ഷണിക്കുക. അപ്പോൾ അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ വീട്ടിലോട്ട് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ കാല് കഴുകാൻ വെള്ളം ഒഴിച്ചു തരും. അപ്പോൾ കർത്താവ് പത്രോസിൻ്റെ കാല് കഴുകൊണ്ട് പറയുന്നത്, മോനെ വെൽക്കം ടു മൈ ഹോം ഇൻ ഹെവൻ എന്നായി പറയുന്നത്. അപ്പോൾ അവനത് റിഫ്യൂസ് ചെയ്തതിനർത്ഥം, ഞാൻ നിൻ്റെ കാല് കഴിയില്ലെങ്കിൽ നീ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഇരിക്കില്ല എന്നതിനർത്ഥം. അപ്പോൾ സത്യത്തിൽ ദാറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ എക്സ്റ്റെൻഡഡ് ടു ഹിം ടു ഗോ ടു ഹെവൻ. ഒരു ദാസ്യ രൂപത്തിലാണ് അവൻ വന്ന്. നമ്മളൊരു 100 ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗമയായിരിക്കും. ഇത് സ്വന്തം ജീവൻ കൊടുക്കുന്നത് ഒരു ദാസനെ പോലെയാണ്. അവൻ കാല് കഴുകും. അപ്പം പറയും, എന്നെ മുഴുവൻ കുളിപ്പിച്ചോ. അങ്ങനെയാണ്, കാരണം ഓഹരി വേണം. അവിടെ ചെല്ലുമ്പം ഒന്നും തടസ്സം ഉണ്ടായില്ല. അപ്പോൾ പറയും, നീ ശുദ്ധനാണ്, എൻ്റെ കാല് മാത്രം, നടപ്പ് മാത്രം ക്ലിയർ ആക്കിയാൽ മതി, നിൻ്റെ നടപ്പ് മാത്രം ക്ലിയർ ആക്കിയാൽ മതി, ആ ഓഹരി ഞാനിപ്പോൾ നിർവഹിക്കാം. ദാറ്റ്സ് എ വെൽക്കം. ആക്ച്വലി ഹീസ് വെൽക്കമിങ് പീറ്റർ ഇൻ ടു ഹെവൻ, അവൻ്റെ വീട്ടിലേക്ക്. സിംബോളിക്കലി നമ്മളെല്ലാവരെയും അവൻ ശുശ്രൂഷകനായി ദാസനെ പോലെ നിന്നിട്ടാണ് അവൻ്റെ ഏറ്റവും വലിയ ജീവൻ നമുക്ക് തരുന്നത്. നമ്മളൊരു 100 രൂപ കൊടുത്ത് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ 100 രൂപ എവിടെ ചിലവാക്കിയെന്ന് വെച്ച് നടക്കും. നമുക്ക് ദാസനെ പോലെ കൊടുക്കാൻ പറ്റത്തില്ല. സുവിശേഷകർ കൊടുത്താലും സംശയമായിരിക്കും, കൊടുത്തിട്ട് അവൻ എന്തായിരിക്കും അതുകൊണ്ട് ചെയ്തത്. ദാസനെ പോലെ ആകാൻ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ കൊടുത്തു തുടങ്ങി, വാട്ട് ഡിഫറൻസ് ഇറ്റ് വിൽ ബ്രിങ് ടു യുവർ ലൈഫ്. യേശുവിൻ്റെ പരിജ്ഞാനം ഓരോ തലത്തിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതൊരു ഹെവൻലി ലിവിങ് ആണ്. ആ ലിവിങ് എന്ന് പറയുന്ന ആത്മാവ് നമുക്ക് പതുക്കെ 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 തരുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇത് ഭയങ്കര ഭീകരമാണെന്ന് വിചാരിക്കരുത്. ഇത് തുടങ്ങുന്ന എല്ലാം കടുകുമണിയോളമുള്ള ഒരു കുഞ്ഞു ഫെയ്ത്തിൽ നിന്നാണ്. ഒരു കുഞ്ഞു ഫെയ്ത്തിൽ നിന്ന് തുടങ്ങുന്നത്. ഒരു 15 വർഷം മുമ്പ് നിങ്ങൾ എന്നെ കണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ, ഈ 5 ദിവസം നിങ്ങളോട് സംസാരിച്ചതിൽ ഒരു കാര്യം പോലും എനിക്കറിയാൻ വയ്യായിരുന്നു. ഐ വാസ് എ ഫൂൾ. അന്ന് പ്രസംഗിക്കുന്നത് ഒരു 5 പോയിന്റ്, നല്ല പോയിന്റ് സംഘടിപ്പിച്ച് തകർക്കുമായിരുന്നു. പിന്നെ കർത്താവ് പഠിപ്പിച്ചത് ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് പഠിക്കണം, വീണ് പഠിക്കണം, പിന്നെ എഴുന്നേറ്റ് പഠിക്കണം, ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന കർത്താവിൻ്റെ കൃപ അനുഭവിക്കണം, അനുസരണത്തിലൂടെ തകർക്കപ്പെടുന്നത് അനുഭവിക്കണം, വേദനകളിലൂടെ കടന്നു പോകണം. ഇതെല്ലാം കടന്നു പോകുമ്പം അവസാനം കട്ടിയാഹാരം കഴിക്കാൻ പരിശീലിക്കണം. ഞാനധികം കട്ടിയാഹാരമൊന്നും കഴിച്ചിട്ടില്ല, കഴിച്ച് തുടങ്ങിയാൽ മതി, ആഗ്രഹിച്ചാൽ മതി. അപ്പോഴാണ് ദൈവത്തിൻ്റെ ജീവൻ നമ്മളിൽ എങ്ങനെയാണ് യേശുവിൽ വ്യാപരിച്ചത് എന്ന് നമുക്കൊരു ബോധമുണ്ടാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ശുശ്രൂഷകർ ആ തലത്തിലേക്ക് ഉയർന്നാൽ വിശ്വാസികൾ ആ തലത്തിലേക്ക് ഉയരും. വിശ്വാസികൾ ആ തലത്തിലേക്ക് ഉയർന്നാൽ അവരുടെ കുഞ്ഞുങ്ങൾ ആ തലത്തിലേക്ക് ഉയരും. ഓക്കെ, ഞാൻ അവിടെ അത് അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞു തുടങ്ങാൻ വിചാരിച്ച കാര്യം ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പം നമുക്ക് തുടങ്ങണമല്ലോ അല്ലേ. പരിജ്ഞാനം എന്തിനാണ് ദൈവം നമുക്ക് നൽകുന്നത്? 2 പത്രോസിൻ്റെ ലേഖനം നമുക്ക് 1 മുതൽ വായിക്കാം. ഞാൻ നിങ്ങളോട് ഈ ഉപദേശങ്ങൾ വായിക്കുന്ന ഭാഗങ്ങളെല്ലാം ഞാൻ ഇടയ്ക്ക് നിന്ന് ഒരു വാക്യം വായിക്കുകയല്ല, തുടർച്ചയായി വായിക്കുകയാണ്. 2 പത്രോസിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനു മുമ്പ് 1 പത്രോസിലൊരു വാക്യം നമുക്ക് വായിച്ചിട്ട് മുമ്പോട്ട് പോവാം. 3 and 4 ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. നിങ്ങളത് മലയാളത്തിൽ ആരെങ്കിലും ഡിസ്പ്ലേ കാണിച്ചാൽ മതി. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. The first letter to Peter, first letter of Peter, chapter 1, verses 3 and 4. Blessed be the God and Father of our Lord Jesus Christ,
ഇംഗ്ലീഷ് പരിചയമുള്ള പിള്ളേര് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ശ്രദ്ധിക്കണം. അക്കോർഡിംഗ് ടു ഹിസ് ഗ്രേറ്റ് മെഴ്സി he has caused us to be born again to a living hope through the resurrection of Jesus Christ from the dead. നമുക്കൊരു ജീവിക്കുന്ന പ്രത്യാശയിലേക്ക് അവൻ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അവൻ്റെ കൃപയാൽ. എങ്ങോട്ടാണ് ജനിപ്പിച്ചിരിക്കുന്നത് അറിയാമോ? ടു ആൻ ഇൻഹെറിറ്റൻസ്, നമുക്കായി നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ധനത്തിലേക്ക്. അതെങ്ങനെയുള്ള ധനമാണ്? ഇംപെരിഷബിൾ, undefiled and unfading, kept in heaven for you. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന, അല്ലെ, ക്ഷയം, മാലിന്യം, വാട്ടം ഇവയൊന്നുമില്ലാത്ത ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക്, നിത്യജീവൻ എന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് സ്വർഗത്തിൽ റിസർവ് ചെയ്തിട്ടുണ്ടെന്നല്ലേ ഈ വെർഷനിൽ. ദാറ്റ് ഹസ് ബീൻ റിസർവ്ഡ് ഫോർ യു. ആ പ്രത്യാശയിലേക്കാണ് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. സോ എവ്രി ബോൺ അഗെയിൻ പേഴ്സൺ ഹാസ് എ ഹോപ്പ് ഓഫ് ദിസ് ഇൻഹെറിറ്റൻസ്. ഈ അവകാശത്തിന് വേണ്ടിയുള്ളൊരു പ്രത്യാശയാണ് ഓരോരുത്തരിലും ഉണ്ടാകുന്നത്. അത് ആർക്കും എടുത്തു കളയാനോ നശിപ്പിക്കാനോ പറ്റാത്ത പ്രത്യാശയാണ്. അടുത്ത വാക്യം ഒന്നും കൂടെ പുറകോട്ട് വെച്ച് 4. അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾ. അപ്പം വീണ്ടും ജനിക്കുന്നവരാര് കാത്തോളും? ദൈവത്തിന്റെ ശക്തി കാത്തോളും. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? കെപ്റ്റ് ഹൂ ബൈ ഗോഡ്സ് പവർ are being guarded through faith for a salvation ready to be revealed in the last time. അവസാന കാലത്ത് വെളിപ്പെടാനുള്ള ഒരു രക്ഷയ്ക്കായി പ്രത്യാശയോടെ, കൊതിയോടെ, തിടുക്കത്തോടെ, ഞരക്കത്തോടെ കാത്തിരിക്കുകയാണ്. ത്രൂ എ ഫെയ്ത്ത് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ us. ദൈവം സൂക്ഷിക്കുന്ന ഒരു സൂക്ഷിപ്പിലൂടെ രക്ഷിക്കപ്പെട്ട എല്ലാവരും എന്തിനു വേണ്ടി കാത്തിരിക്കുക? ആ ഷുവർ അഷുറൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് പരിജ്ഞാനത്തെക്കുറിച്ച് നോക്കാം. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കും. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പം വിശ്വാസം വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞേ? നീതിയാൽ. ഒന്നുകിൽ ദൈവത്തിന്റെ നീതി പ്രസംഗിക്കണം, അല്ലെ ക്രൂശിൽ കിടന്ന കള്ളനെ പോലെ ആ നീതി കാണണം. നീതിയെക്കുറിച്ചുള്ള കേട്ടാൽ, യേശുവിന്റെ നീതി, മനുഷ്യനെത്താൻ പറ്റാത്ത നീതിയെക്കുറിച്ച് കേട്ടാൽ മാത്രമേ നമുക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. മനുഷ്യനെത്താൻ പറ്റുന്ന നീതിയെ, മനുഷ്യനീതിയെക്കുറിച്ച് കേട്ടാൽ നമുക്ക് പ്രവൃത്തി ഉണ്ടാവും. എന്നാൽ മനുഷ്യനെത്താൻ പറ്റാത്ത യേശുവിൻ്റെ നീതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാവും. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയാൽ, യേശുവിൻ്റെ നീതിയാലാണ് നമുക്ക് എന്തുണ്ടായിരിക്കുന്നത്? വിശ്വാസം ഉണ്ടായിരിക്കുന്നത്. വായിച്ചു. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പോൾ യേശുവിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകേണ്ട തേജസ്സും സമാധാനവും നിങ്ങളിൽ വരട്ടെ. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തു എങ്ങനെ ആയിരിക്കുമോ എന്നുള്ള വെളിപ്പാടാണ് പരിജ്ഞാനം. പരിജ്ഞാനം ഒരു കൃപാവരമാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ലഭിക്കേണ്ട ഒരു കൃപാവരമാണ് ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന കൃപാവരം. അടുത്ത വാക്യം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ. കണ്ടോ, ആ പരിജ്ഞാനം എന്നുള്ള വാക്ക് കണ്ടോ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? കട്ടിയാഹാരം, അല്ലെ? അവന്റെ ദിവ്യശക്തി, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിജ്ഞാനത്തിൽ, യേശു ജീവിച്ച സ്ഥാനത്ത് ജീവിക്കാൻ തയ്യാറാകുവാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ളതും ഭക്തിക്കുള്ളതും എല്ലാം നിങ്ങൾക്ക് ദാനം ചെയ്തിട്ടുണ്ട്. വിശ്വാസമുണ്ടോ? കട്ടിയാഹാരം കഴിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവന് വേണ്ടത് എന്താണോ, ഭക്തിക്ക് വേണ്ടത് എന്താണോ, അതെല്ലാം ദൈവം നിങ്ങൾക്ക് ദാനം ചെയ്തിട്ടുണ്ട്. അടുത്ത വാക്യം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഏതിനാലായി? പരിജ്ഞാനത്താൽ. ഈ പരിജ്ഞാനം നമ്മളിൽ, യേശുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മളിൽ വളരും തോറും നമുക്ക് വാഗ്ദത്തങ്ങളെ കുറിച്ചുള്ള ഉറപ്പ് വർദ്ധിക്കുകയാണ്, അല്ലെ? ആ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. എന്താണ്? ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ഇടവരുന്നു. അപ്പൊ യേശുവിന്റെ പരിജ്ഞാനം കൊണ്ട് നമുക്ക് എന്താ സംഭവിക്കുന്നത്? അവന്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ പതുക്കെ പതുക്കെ പങ്കാളികളായി വരുന്നു. അപ്പൊ രാവിലെ ഞാൻ പറഞ്ഞ വിശുദ്ധി, ഇന്നലെ പറഞ്ഞ നീതി, അല്ലേ, അതെല്ലാം നമ്മൾ എങ്ങോട്ടാണ് നയിക്കുന്നത്? അവൻ്റെ ജ്ഞാനം, ഇതെല്ലാം നമുക്ക് ലഭിക്കത്തക്ക രീതിയിൽ നമ്മൾ അവൻ്റെ കൂട്ടാളികളായി തീരുന്നു, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന്. ഇതാ ഹോളിനെസ് എന്ന് പറയുന്നത്. വിശുദ്ധി എന്ന് പറയുന്നത് യേശുവിൻ്റെ അതേ സ്വഭാവം എന്നിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് അവൻ്റെ പരിജ്ഞാനത്താലാണ് നമുക്ക് അവനത് ദാനം ചെയ്യുന്നത്. അടുത്ത വാക്യം. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു സ്ട്രൈവ് ഫോർവേഡ്. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അതിമഹത്തായ വാഗ്ദത്തങ്ങൾ സ്വർഗത്തിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് സാധിക്കും? ഒന്നുകൂടെ പുറത്തു പോയിക്കേ.
ഒന്നുകൂടെ പുറത്ത്. അവയാൽ ആ പരിജ്ഞാനത്താൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ട് ഒഴിയുവാൻ നമുക്ക് കഴിയും. കാരണം നമുക്ക് ഇതിനേക്കാളൊക്കെ വലുത് സ്വർഗത്തിലുണ്ട്. ഇതിനേക്കാളൊക്കെ വലുത് സ്വർഗത്തിലുണ്ടെന്ന് നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ ഒരു വീടില്ലെങ്കിലും വലിയ വിഷമമൊന്നും തോന്നില്ല. കാരണം എന്താ? ഉണ്ടെങ്കിൽ സ്തോത്രം, ഇല്ലെങ്കിലും സ്തോത്രം. കാരണം എന്താ? അവിടെ എന്തായാലും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഉണ്ടെങ്കിലും സ്തോത്രം, ഇല്ലെങ്കിലും സ്തോത്രം. മോഹം വന്ന് പിടിക്കത്തില്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? വി വിൽ നോട്ട് ബി ഡിസീവ്ഡ് ബൈ അവർ ഓൺ ഡിസയേഴ്സ്. ഈ മോഹം ഉള്ളവരോടല്ലേ പ്രവചിക്കാൻ പറ്റുള്ളൂ ദൈവം നിനക്കൊരു വിടുതൽ വെച്ചിരിക്കുന്നു. എന്നോട് പ്രവചിക്കാൻ പറ്റത്തില്ല. എനിക്ക് മോഹം ഇല്ലെന്നല്ല, മോഹത്തിന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരാളോട് പ്രവചിക്കാൻ പറ്റത്തില്ല. അപ്പം മനസ്സിലാവും ഇവൻ എന്നെ പിന്നെ മോഹത്തിൽ കുരുക്കേണ്ട പരിപാടിയാണ്. ഓക്കെ? അപ്പൊ ലോകത്തിന്റെ മോഹത്താലുള്ള ജ്ഞാനം വിട്ടൊഴിയണമെങ്കിൽ എന്തു വേണം? ആ വാഗ്ദത്തത്തിൽ ഒരു കണ്ണുറപ്പ് വേണം. നിങ്ങൾക്ക് ആ വാഗ്ദത്തം ഉറപ്പാണോ? എത്ര പേർക്ക് ഉറപ്പുണ്ട് സ്വർഗത്തിൽ പോകുന്നു? എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ അവിടെ അവകാശം പ്രാപിക്കും? ഷുവറാണ്. വിശ്വാസമുണ്ടോ? ആശിക്കുന്ന കാര്യങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വിടാൻ പറ്റും, ഉറപ്പില്ലെങ്കിൽ വിടാൻ പറ്റില്ല. അതാ പറയുന്നത്, അതിമഹത്തായ വാഗ്ദത്തങ്ങളുടെ നിശ്ചയം നിങ്ങൾ പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്തിന്റെ മോഹത്താൽ ഇനി വരാൻ പോകുന്ന നാശം വിട്ടൊഴിയാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് രക്ഷാനിർണയം പ്രാപിക്കുന്നവർ ദൈവസഭയിൽ വളരെ കുറവാണ്. അപ്പോൾ രക്ഷാനിർണയം പ്രാപിക്കുക, അതായത് ഞാൻ നിർണയമായും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ എനിക്കറിയാം എൻ്റെ വീടിതല്ല, ഞാൻ ഇരിക്കുന്ന സ്വർഗത്തിലാണ്. ക്രിസ്തു പുനരുത്ഥാനം ചെയ്തുകൊണ്ട് ഞാൻ പുനരുത്ഥാനം ചെയ്തു. പത്രോസിൻ്റെ 1-ാം ലേഖനം വായിച്ചപ്പോൾ നമ്മൾ കണ്ടത് അവൻ്റെ പുനരുത്ഥാനത്താൽ നമുക്ക് വലിയ വാഗ്ദത്തങ്ങളെ ദൈവം നൽകിയിരിക്കുന്നു അല്ലേ? വരാനിരിക്കുന്ന രക്ഷയുടെ വെളിപ്പാട് നമുക്ക് ഉറപ്പ് വന്നത് യേശു പുനരുത്ഥാനം ചെയ്തുകൊണ്ടാണ്. ഇനി ഇവിടുത്തെ അടുത്ത വാക്യം വായിച്ചു. നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അപ്പോൾ നമ്മൾ വിശ്വാസം എവിടെ തുടങ്ങിയാൽ എവിടെ തീരണം? ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ വളരുന്നില്ല. അവിടെയാണ് നമ്മുടെ ടെസ്റ്റ് മുഴുവൻ നടക്കുന്നത്. ഈസ് ലവ് ആഡഡ് ടു യുവർ ഫെയ്ത്ത്? സഹോദരപ്രീതി വരെ ഒരുപക്ഷെ നമുക്ക് മാനേജ് ചെയ്യാം അല്ലേ? പരിജ്ഞാനം കർത്താവ് തന്നാൽ സഹോദരപ്രീതി വരെ മാനേജ് ചെയ്യാം. പക്ഷെ സ്നേഹം ആഡ് ചെയ്യണമെങ്കിൽ അവൻ്റെ ജീവനിൽ നിന്ന് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ഒരിടത്തും അത് കിട്ടാനില്ല. ദാറ്റ് അഗപ്പെ ഈസ് അവൈലബിൾ ഓൺലി വിത്ത് ഗോഡ്. അപ്പം ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് അവർ ഫെയ്ത്ത് എന്ന് പറയുന്നത് യേശു എന്നെ സ്നേഹിച്ച സ്നേഹം എൻ്റെ ഉള്ളിൽ ഉളവാവുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത വാക്യം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച്, കണ്ടോ ആ പരിജ്ഞാനം എത്ര പ്രധാനമാണ് നിങ്ങൾ നോക്കി. ഈ അധ്യായം മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ഞാൻ ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ യേശുവിൻ്റെ പരിജ്ഞാനത്തോടൊരു ഉത്സാഹം തോന്നാൻ പാടാ. നിങ്ങൾക്ക് പരിജ്ഞാനത്തോടൊരു ഉത്സാഹമുണ്ടോ? യേശുവിനെ പോലെ ആകണമെന്നൊരു ഞരക്കം, ഞാൻ ആദ്യം നിങ്ങളോട് തുടങ്ങിയത് അവിടെയാണ്. യേശുവിനെ പോലെ ആകണമെന്നൊരു ഞരക്കമുണ്ടോ? ഞരക്കം ഇല്ലാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? വിശ്വാസത്തോടുകൂടി വീര്യവും ഇതൊന്നും കൂട്ടിയിട്ടില്ല. വിശ്വാസം ഉണ്ടെന്ന് പേരുണ്ട്, പക്ഷെ അതിനോടൊരു ഒരു സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇല്ല, അതിനൊരു വീര്യമില്ല. അത് അവിടെ ഡെഡായി കിടക്കുക. ഡെഡ് ഫെയ്ത്ത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ പ്രവൃത്തി ഉണ്ടാക്കാത്ത വിശ്വാസം. വിശ്വാസത്തോട് വീര്യം കൂട്ടിയിട്ടുണ്ടോ? അടുത്ത വാക്യം. വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇതെല്ലാം കൂട്ടിയിട്ടുണ്ടോ? ഇതെല്ലാം കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനോട് ഉത്സാഹം ഉണ്ടാവും? യേശുവിൻ്റെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാനുള്ള ഉത്സാഹം ഉണ്ടാവും. ഓക്കെ, അടുത്ത വാക്യം. അല്ലല്ല, ഒന്നുകൂടെ പുറത്ത് വയ്ക്കും. അല്ല, ഈ മുമ്പോട്ട് മുമ്പോട്ട് പോട്ടെ. 7-ാം വാക്യം. ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. 8-ാം വാക്യം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ. നിങ്ങളുടെ ഉള്ളിൽ എന്നോട് കഴിഞ്ഞ സ്ഥലം ചോദിച്ചു ആത്മീകമായി വളരുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? ഒറ്റ മറുപടി ഉള്ളൂ. നിന്റെ അയൽക്കാരനെ കാണുമ്പോൾ ഇന്നലെ കാണുന്നതിനേക്കാൾ സ്നേഹം നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെ ഉപദ്രവിച്ചവരോട് നീ അവൻ്റെ മുമ്പിൽ വരുമ്പോൾ യേശു നിന്റെ സ്ഥാനത്തും തോന്നുന്നുണ്ടോ?
യേശു ആയിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അങ്ങനെ ചെയ്യാനൊരു ഞരക്കം തോന്നുന്നുണ്ടോ? ശരീരം ഒരുപക്ഷെ അനുവദിക്കില്ലായിരിക്കാം, പക്ഷെ ആ ഉള്ളിൽ ആ ഓപ്ഷൻ, യേശു ജീവിക്കുമായിരുന്ന ഓപ്ഷൻ കാണുന്നുണ്ടോ? ഇത് മാത്രമാണ് നമ്മൾ ആത്മീയമായി വളരുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഏക തെളിവ്. പാപത്തെ കാണുമ്പോൾ അറപ്പ് തോന്നുന്നുണ്ടോ? ഓക്കെ. അതുപോലെ മനുഷ്യരെ, പ്രത്യേകിച്ച് ഉപദ്രവിക്കുന്നവരെ കാണുമ്പം സ്നേഹം തോന്നുന്നുണ്ടെന്നുള്ളതിനേക്കാളും വലിയ ടെസ്റ്റാണ് പാപികളെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നുള്ളത്. ഒരു പാപിയെ കാണുമ്പോൾ നമുക്ക് പുച്ഛമാണ് തോന്നുന്നെങ്കിൽ നമ്മൾ യേശുവിൻ്റെ പരിജ്ഞാനത്തിലല്ല, പരീശൻ്റെ പരിജ്ഞാനത്തിലാണ്. പാപിയെ കാണുമ്പം അയ്യോ അവൻ ഇത്രയും വില. നിങ്ങളൊരു ഡോക്ടറോ നഴ്സോ ആയിട്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ പെട്ടെന്ന് ഒരാൾ നിങ്ങളുടെ ക്ലിനിക്കിലോട്ട് വന്നു, ജലദോഷമാണ്, വേറൊരുത്തിന് ക്യാൻസറാണ്, അവന് വ്രണം വന്ന് ദേഹം മുഴുവൻ ക്യാൻസർ ആയിട്ടിരിക്കുക. ആരുടെ സിമ്പതി തോന്നി? ജലദോഷം, അയ്യോ ജലദോഷം പിടിച്ചല്ലോ ഇവരെന്നാണോ സിമ്പതി? ക്യാൻസർ പിടിച്ചോന്നോ സിമ്പതി അല്ലേ? അപ്പോൾ വലിയ പാപമുള്ളവനാണോ സിമ്പതി കൂടുതൽ കാണിക്കേണ്ടത്? കുഞ്ഞു പാപമുള്ളവനാണോ സിമ്പതി കാണിക്കേണ്ടത്? ആ രോഗത്തെ നമ്മൾ എന്തുമാത്രം വെറുക്കുന്നോ അത്രയും സിമ്പതി ആരോട് കാണിക്കണം? ഈ രോഗമായിട്ട് വരുന്ന പേഷ്യൻറ്റിനോട് കാണിക്കണം അല്ലേ? സ്നേഹം. യേശുവിൻ്റെ സ്നേഹം അങ്ങനെയായിരുന്നു. എന്നെ പാപത്തിൽ കാണുമ്പോൾ അവൻ പാപത്തോട് ദൈവത്തിന് എന്തുമാത്രം ശത്രുതയുണ്ടോ അത്രയും എന്നോട് വിഷമമാണ്. ചെയ്സ് ഇത്രയും വലിയ പാപത്തിലായി പോയല്ലോ. അപ്പോൾ എന്നോടുള്ള സിമ്പതി വർദ്ധിക്കുക. രോഗം വർദ്ധിക്കുന്നതനുസരിച്ച് സിമ്പതി വർദ്ധിക്കുക. ആ സിന്നിൻ്റെ ആഴം കാണുന്തോറും ദൈവത്തിൻ്റെ ഉള്ളിലെ കരുണ, കൃപ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്, വർദ്ധിക്കുക. അപ്പോൾ ഒരു പാപിയായ മനുഷ്യനെ കാണുമ്പോൾ നിങ്ങൾക്ക് അവനോട് സിമ്പതി വരുന്നുണ്ടെങ്കിൽ അത് ആരുടെ ആത്മാവിനല്ലേ വരുള്ളൂ? യേശുവിൻ്റെ ആത്മാവിനല്ലേ വരത്തുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അടുത്ത വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. അപ്പം നമ്മൾ ഇന്നലെ കണ്ടു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി ഹിതകരമായ സസ്യാദികളെ വിളയിക്കണമെങ്കിൽ എന്ത് വേണം? പരിജ്ഞാനം വേണം. ഹിതമില്ലാത്ത മുള്ളും ഞെരിഞ്ഞിനും വളരണമെങ്കിൽ ഒരു പരിജ്ഞാനത്തിൻ്റെയും ആവശ്യമില്ല. അടുത്ത വാക്യം 9. അവയില്ലാത്തവനോ കുരുടൻ അത്രേ. ഈ കുരുടൻ എന്ന് പറഞ്ഞെന്താ? കണ്ണ് കാണാത്തവൻ. ഇവിടുത്തെ കുരുടന് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ കുരുടൻ ഹ്രസ്വദൃഷ്ടിയാണ്. ഈ ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? പിള്ളേർക്കെല്ലാം വരുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഹ്രസ്വദൃഷ്ടി. ദൂരക്കാഴ്ചയില്ല, അടുത്തുള്ള കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു കണ്ണട വെച്ചിട്ട് ദൂരമുള്ളത് കാണാം, അഡ്ജസ്റ്റ്. ഇത് ആത്മീകമായ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് അന്ധതയാണ്. എന്താണ് ആത്മീകമായ ഹ്രസ്വദൃഷ്ടി? ഹ്രസ്വദൃഷ്ടിയുടെ സ്വഭാവം എന്താ? നമ്മളിപ്പോൾ മുമ്പോട്ട് നോക്കിയാൽ ഡോറിൽ മുകളിൽ എന്താ എഴുതിയേക്കുന്നത് കാണാൻ പറ്റത്തില്ല, പക്ഷെ തൊട്ട് മുമ്പിൽ എന്താ എഴുതിയേക്കുന്നത് കാണാം, അല്ലേ? അതല്ലേ ഹ്രസ്വദൃഷ്ടി. ഇപ്പോൾ ദൂരക്കാഴ്ചയില്ല. പുറകോട്ട് നോക്കിയാലോ അങ്ങ് ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. പിന്നെ എന്താ കാണാൻ പറ്റുള്ളൂ? ഒരു 3-4 വർഷത്തെ കാണാം. മുമ്പോട്ട് നോക്കിയാലും ഒരു 5-8 വർഷത്തെ കാണാം. പുറകോട്ട് നോക്കിയാലും ഒരു 10-15 വർഷത്തെ കാണാം. ഇതാണ് ഹ്രസ്വദൃഷ്ടി. ഇവൻ കുരുടനാണ്. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? നിങ്ങൾ വർഷിപ്പ് ചെയ്യാൻ നേരത്തെ കേട്ടിട്ടുണ്ടോ? ഇത്രത്തോളം കഴിഞ്ഞ വർഷം ഞങ്ങളെ പുലർത്തി, കഴിഞ്ഞ ആഴ്ച നല്ലവനായിരുന്നു. അപ്പോൾ എവിടം വരെ ദൃഷ്ടി പോയിട്ടുണ്ട്? കഴിഞ്ഞ ആഴ്ച വരെ. കഴിഞ്ഞ 10 വർഷം ഞങ്ങളെ നടത്തി, അപ്പം ദൃഷ്ടി എന്തോരം പോയിട്ടുണ്ട്? 10 വർഷം. മുമ്പോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ പിള്ളേരുടെ കല്യാണം, അവരുടെ സെറ്റിൽമെൻറ്റ്, നമ്മുടെ ജോലി, റിട്ടയർമെൻറ്റ്. ഒരു 10-15 വർഷം മുമ്പോട്ട് ഹ്രസ്വദൃഷ്ടി. ചിലർ ഒരു ദിവസം മുമ്പോട്ട്, 2 ദിവസം മുമ്പോട്ട്. ഇത് ഹ്രസ്വദൃഷ്ടി. എന്താ ദീർഘദൃഷ്ടി? ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഓർക്കുന്നത് ഇന്നലെ മിനിങ്ങാന്ന് ദൈവം നടത്തിയതല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് എന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് ഓർക്കുമ്പോൾ ഇന്നും തുള്ളുന്ന ഹൃദയം. അല്ല, എനിക്ക് നല്ല ജോലി തന്ന ഓർത്തിട്ടല്ല എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത്. എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത് ദീർഘദൃഷ്ടി അങ്ങ് പുറകിൽ എനിക്ക് കാണാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എപ്പോഴും കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കാണാം, എൻ്റെ വേദനയെ സഹിച്ചുകൊണ്ട്, ഞാൻ കൊള്ളേണ്ട അടിയും കൊണ്ടുകൊണ്ട്, എനിക്ക് പകരം ശിക്ഷയും വഹിച്ചുകൊണ്ട്, അനുസരണം പഠിച്ച് മരണത്തിൻ്റെ പോയിന്റ് വരെ അവൻ പിതാവിന് അവനെ ഏൽപ്പിച്ചു കൊടുത്തത് എനിക്ക് കാണാം. ദീർഘദൃഷ്ടി. മുൻപോട്ട് നോക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ തേജസ് പ്രാപിച്ച് സ്വർഗത്തിലിരിക്കുന്ന എനിക്ക് കാണാം. ദീർഘദൃഷ്ടി. ആ ദീർഘദൃഷ്ടി ഉള്ളവൻ, ഇതല്ല അവന്റെ നോട്ടം, അതാണ് അവന്റെ നോട്ടം, അങ്ങനെ ഇല്ലാത്തവനെല്ലാം കുരുടനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന് വലിയ വലിയ സഭകളിൽ ആരാധിക്കുമ്പോൾ പോലും, നാളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒരുപക്ഷെ അങ്ങനെ ആയി പോവാം. പറഞ്ഞു വരുമ്പോൾ നമുക്ക് ദൈവത്തോട് ഏറ്റവും നന്ദിയുള്ളത്, നമുക്കൊരു നല്ല ജോലി തന്നു, നല്ല കുടുംബം തന്നു, നല്ല പിള്ളേർ തന്നു, നല്ല അറ്റ്മോസ്ഫിയർ, നല്ല സെറ്റപ്പ് തന്നേനാ. ഹ്രസ്വദൃഷ്ടി.
മുൻപോട്ട് നോക്കുമ്പോൾ കർത്താവെ, ചിലർക്ക് പരാതിയാ, ഒന്നും കിട്ടിയിട്ടില്ല. വേറെ ചിലർക്ക് ഭയങ്കര നന്ദിയാ ദൈവത്തോട്, കാരണം എല്ലാം കിട്ടി. ഹ്രസ്വദൃഷ്ടി. വേറെ ചിലർക്ക് എന്താകും എന്നുള്ള ഉത്കണ്ഠയാ, ഹ്രസ്വദൃഷ്ടിയാ. നമ്മുടെ സഭകളും ഇതങ്ങ് പ്രോത്സാഹിപ്പിക്കുക, ഹ്രസ്വദൃഷ്ടി. അന്തരായിരുന്നോ പിള്ളേരെ? സ്വർഗത്തിലെ ധനമൊന്നും നിങ്ങൾ നോക്കിയേക്കല്ലേ. അത് നോക്കിയാൽ പിന്നെ ഇതും കൊണ്ട് ഉപജീവിക്കുന്നവരുടെ പണിയെല്ലാം തീരും. പ്രിയ സഹോദരങ്ങളെ, ദീർഘദൃഷ്ടിയുള്ളവർക്ക് മാത്രമേ, അല്ലേ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഹ്രസ്വദൃഷ്ടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹ്രസ്വദൃഷ്ടി ഉള്ളവനും തൻ്റെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയവനാ. അവന് ആകെ കിട്ടിയതിൻ്റെ മാത്രം കണക്കേ ഓർമ്മയുള്ളൂ. ദയനീയം. ദിസ് ഈസ് വാട്ട് വി ആർ നൗ. യേശു നിത്യതയിൽ ചെയ്തതിനെ കുറിച്ച് ഓർമ്മയില്ല, കാണാൻ പറ്റുന്നില്ല. അവൻ്റെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനാണ്. കിട്ടിയത് മാത്രം ഓർമ്മയുള്ളൂ. അതിന് ഭയങ്കര സ്തോത്രമാണ്, ഭയങ്കര സ്തോത്രം, ഹല്ലേലൂയ. കിട്ടിയതിനാ, പാപങ്ങൾ മോചിച്ചതിനല്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ ശരിക്കും ഒന്ന് വർഷിപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഈ വർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഈ പാപങ്ങളുടെ ശുദ്ധീകരണം ഓർത്താൽ മാത്രം എനിക്ക് ശരിക്കും കർത്താവിനെ വർഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് അവൻ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തത്. അതോർക്കാതെ ഞാൻ ആരാധിക്കുന്ന ആരാധന ഒന്നും പൂർണ്ണമല്ല. നമ്മൾ ഡ്രമ്മിൻ്റെ അടിയുടെ മൂർധന്യാവസ്ഥയിൽ നമ്മൾ പോകുന്ന ഉന്മാദാവസ്ഥയല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത്, ദൈവമേ, നീ അയോഗ്യനായ എനിക്ക് വേണ്ടി നീ കുഞ്ഞാട് അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങി, എന്നെ ദൈവത്തിന് രാജ്യവും പുരോഹിതനുമാക്കി വെച്ച നിന്റെ കൃപ, അത് നിന്റെ യോഗ്യത, നിന്റെ യോഗ്യതയാണ്. ഞാൻ അയോഗ്യനാണ്, ഞാൻ നിന്നെ ആരാധിക്കും. നീ യോഗ്യനായതിനാൽ ഇത് പറയാം പാപത്തിൽ. കാരണം നമ്മളിൽ പലരും സഭകളായി, ആൾക്കാരല്ല, സഭകളായി ഈ ശുദ്ധീകരണം മറന്നുപോയിരിക്കുക. ഞാൻ ഈ സഭയെക്കുറിച്ചല്ല പറഞ്ഞത്, അനേക സഭകളിൽ പോകുന്ന ആളാണ്. എവിടെ ചെന്നാലും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഹ്രസ്വദൃഷ്ടിക്കാരുടെ ബഹള. They're only concerned about what's happening the next day. ഓക്കെ, അടുത്ത വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പുവരുത്തുവാൻ ശ്രമിക്കുവിൻ. നിങ്ങളെ ദൈവം വിളിച്ചേക്കുന്നുണ്ടല്ലോ, എങ്ങോട്ടാ വിളിച്ചേക്കുന്നത്? പറ, എങ്ങോട്ടാ വിളിച്ചേക്കുന്നത്? മനസ്സിൽ പറഞ്ഞാൽ മതി. യേശുവിൻ്റെ അവകാശങ്ങളിലേക്കാണ് വിളിച്ചേക്കുന്നത്. ഉറപ്പുണ്ടോ? ഉറപ്പ് വരുത്തിക്കോ. നിങ്ങളെ ഭൂമിയിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് അവന് നിത്യതയിൽ യേശു എന്ന പുത്രന്റെ സ്വഭാവമുള്ള അനേകം ആത്മാക്കളെ വേണമായിരുന്നത് കൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് അതിനു വേണ്ടിയാ. ദീർഘദൃഷ്ടിയുള്ളവർക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ പറയാം, നിങ്ങളുടെ വിളി എന്താ? ഇവിടെ സുഖിച്ച് ജീവിച്ചിട്ട് വലിയൊരു ജീവിതം തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് ഇവിടെ അവസാനിക്കാനാണോ, അതോ നിത്യതയിൽ ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ പങ്കാളികളായി മാറാനാണോ? വാട്ട് ഈസ് യുവർ കോൾ? വാട്ട് ഈസ് യുവർ എലക്ഷൻ? ഇത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇത് ഉറപ്പുവരുത്തിയാൽ എന്ത് സംഭവിക്കുന്നറിയോ? അടുത്ത വാക്യം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ. ഞങ്ങളൊരു ആൻറ്റിയെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ക്യാൻസർ ഉണ്ട്, നട്ടെല്ലിനാണ്. അപ്പം ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, ഷുവറായിട്ടും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. പുതിയ വിശ്വാസിയാണ്, വന്നതേ ഉള്ളൂ, സ്നാനം കഴിഞ്ഞേ ഉള്ളൂ. ഞാനിങ്ങോട്ട് തിരിയലും ആൻറ്റി എന്നെ പുറകെ നിന്ന് വിളിച്ചു, ഒരു നിമിഷം പാസ്റ്റർ എന്ന് പറഞ്ഞു. എന്താ? ക്യാൻസർ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞു, അതെന്താ? അതിപ്പോൾ ക്യാൻസർ ഉണ്ടെങ്കിലും അങ്ങോട്ടല്ലേ പോകുന്നത്, എന്താ അതിനകത്ത് എന്തൊരു കാര്യം? അതല്ല കാര്യം. എനിക്ക് ആകെ അങ്ങ് അമ്പരപ്പായിപ്പോയി, ഇവരെന്തായി പറഞ്ഞു വരുന്നതെന്ന്. അവർ പറഞ്ഞു, ക്യാൻസറായിട്ട് മരിച്ചാലും മരിച്ചില്ലെങ്കിലും മുകളിലോട്ടല്ലേ പോകുന്നത്, അതെനിക്ക് ഉറപ്പാണ്. ആ ഉറപ്പായ പിന്നെ വേറൊന്നും പ്രശ്നമല്ല. അവരെന്നോട് പറയാ, ബൈബിൾ വായിക്കുമ്പം ഒന്നും മനസ്സിലാകുന്നില്ല ബ്രദറെ, ഇതൊന്നും മനസ്സിലാക്കി കിട്ടാനുള്ള കണ്ണ് തുറന്നു തരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ അവിടെ നിന്ന് എൻ്റെ കണ്ണിൽ വെള്ളം വന്നു. ദൈവമേ, ഇത് നമുക്കൊന്ന് മനസ്സിലായിരുന്നെങ്കിൽ. ഇപ്പോഴും ആൻറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ആൻറ്റി, ക്യാൻസർ മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം സൗഖ്യം തരും. പക്ഷെ അതിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയമാണ് ദൈവത്തിന് പ്രസാദം. ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ ചെന്നിട്ട് ആൻറ്റി തിരിഞ്ഞു നോക്കുമ്പം, കത്തോലിക്കത്തെയായിരുന്നു, സ്വർഗത്തിൽ നോക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പം ആൻറ്റി ഒത്തിരി നന്ദി പറയും ദൈവത്തിന്. എനിക്ക് സൗഖ്യം തന്നേനായിരിക്കും ഒരു നന്ദി പറയുന്നത്, കാരണം ദൈവം സൗഖ്യം തരും. എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു നല്ല നിലയിൽ എത്തിച്ചതിനൊക്കെ നന്ദി പറയുമായിരിക്കും, അവരെ രക്ഷയിൽ വരാൻ സഹായിച്ചതിന് നന്ദി പറയുമായിരിക്കും. പക്ഷെ തുള്ളി ചാടി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത് ഈ ക്യാൻസർ എനിക്ക് കിട്ടിയാൽ, കാരണം അതല്ലായിരുന്നു അവരൊരിക്കലും വിശ്വാസം വരത്തില്ല. ഞാനവരോട് പറഞ്ഞ,
സോ മെനി തിങ്സ് ദാറ്റ് വി കൺസിഡർ ടു ബി എ കഴ്സ്, ഇതെല്ലാം ദൈവം അവനിലേക്ക് പിടിച്ച് വലിക്കാനുള്ള ഹുക്കുകളാണ്. നമ്മൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൻ അതിന് സൗഖ്യവും തരും. എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അതുകൊണ്ട് ഇടറിപ്പോകില്ല, എന്തു വന്നാലും ഇടറിപ്പോകില്ല. കാരണം എന്താ? നമ്മൾ വിളിയും തെരഞ്ഞെടുപ്പും നമുക്ക് ഉറപ്പാണ്. അങ്ങനെയുള്ളവരെ ഇടറിപ്പോകാൻ സമ്മതിക്കത്തില്ല ദൈവം. നിങ്ങൾ എത്ര പേരെ ഞാൻ ഭയപ്പെടുത്തിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെ ഞാൻ ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് നടത്തുന്നതെന്നാണ്. അടുത്ത വാക്യം, ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഈ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുന്നത് എങ്ങനെ? നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുവാണ്, എങ്ങനെയാ വരുന്നേ? എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത് അല്ലേ? വരുമ്പം ആദ്യം വന്ന് ഡോർ നോക്കിയും ഹലോ ഇവിടെ ആരും ഇല്ലേ ചോദിക്കും. മണിയടിച്ച് നോക്കും, നോക്കും. പെർമിഷൻ ഇല്ലാതെ ആരും കയറത്തില്ല. അല്ല കള്ളനായിരിക്കണം, അങ്ങനെയല്ലേ? എന്നാൽ ഈ വീട്ടിലൂടെ ധാരാളമായി കയറുന്ന ആരാ? ഒരു മൈൻഡും ഇല്ലാതെ ആരോടും ചോദിക്കാതെ വന്ന് കയറുന്ന ആരാ? നിങ്ങളുടെ പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പം ഡോറിൻ്റെ അവിടെ നോക്കി ചെയ്തിട്ട് ഹലോ പപ്പ ഡോറും തുറക്കാമെന്ന് ചോദിക്കുമോ? തല്ലി തുറന്ന് ഡോർ തുറന്നിട്ടില്ല വിൻഡോയ്ക്കടെ ചാടി കയറാൻ കയറിക്കുള്ളൂ. ഇതിനെയാണ് ധാരാളമായ പ്രവേശനം എന്ന് പറയുന്നത്, ഒരു മടിയില്ലാത്ത പ്രവേശനം. ഈ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തി അവൻ്റെ പരിജ്ഞാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് എത്തിക്കുത്തിയുള്ള ഒരു പ്രവേശനമല്ല, ധാരാളമായ പ്രവേശനമാണ്. അവിടെ നമുക്ക് നേരത്തെ അറിയാം ഇത് നമ്മുടെ വീടാ, ഇവിടെ ഒന്നും ചോദിക്കാനൊന്നുമില്ല, ഷുവറാണ്. കാരണം ഞാൻ അവൻ്റെ പരിജ്ഞാനത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ധാരാളമായ പ്രവേശനമാണ് ദൈവരാജ്യത്തിലേക്ക്, ഒരു സംശയമില്ലാത്ത പ്രവേശനം. ഈ ധാരാളമായ പ്രവേശനത്തിന് ഞാനൊരു എക്സാമ്പിൾ കണ്ടു. അങ്ങനെ ധാരാളമായി ഒരു പ്രവേശിച്ച ഒരാളുടെ കാര്യം, അടുത്ത റീസെൻ്റ് എക്സാമ്പിൾ, അടുത്ത കാലത്ത് സംഭവിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴാണ്, ബൈബിൾ കോളേജിലൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് അന്ന് 67-68 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു അപ്പച്ചനുമായിട്ട് പരിചയമായി. ഈ അപ്പച്ചൻ ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിൽ താമസിച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആസ് എ യങ് ബോയ് ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ റിട്ടയർ ചെയ്തു. പ്രസിഡൻറ്റിൻ്റെ മെഡൽ, നല്ല ടീച്ചറിനുള്ള മെഡൽ വാങ്ങിച്ച സാറാണ്. വിശ്വാസിയാണ്, ഷാരോൺ ചർച്ചിലാണ് അറ്റൻഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് 2 പെയർ വസ്ത്രങ്ങളേ ഉള്ളൂ, 2 വെള്ള വസ്ത്രങ്ങൾ, ജൂബ, മുണ്ട്, 2 പെയർ, എല്ലാം 2 പെയർ. ഒന്ന് അലക്കിയിടും, മറ്റേതെടുത്തിട്ട് അലക്കിയിടും, ഇതെടുത്തിട്ട് അത് അലക്കിയിടും, പുള്ളി തന്നെ അലക്കുള്ളൂ. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ, ഞാൻ വിശ്വാസത്തിൽ വന്ന സമയമാണ്, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പല വീടുകൾ കയറി ഇറങ്ങാൻ, അടിമാലിയിലുള്ള ട്രൈബൽ കോളനികൾ കയറി ഇറങ്ങാൻ. ഇദ്ദേഹം ഇത്തിരി ഈ പാർക്കിൻസൺസ് രോഗം കൈ ഇത്തിരി ചെറുതായിട്ട് വിറയ്ക്കും. അതും വെച്ച് പുള്ളി മല കയറും, നടന്ന് കയറും, ഞങ്ങൾ കയറും, വീടുകളിൽ പോയി അവിടെ എവിടെയെങ്കിലും വീട്ടിൽ ഒരു സാധാരണ വീട്ടിൽ പോയി കിടക്കും. അപ്പോൾ അവിടെ അവരൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒരു പായ മാത്രം മതി, തലേണ ഉപയോഗിക്കില്ല, ബെഡ്ഷീറ്റ് ഉപയോഗിക്കില്ല, ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു പായ മാത്രം, ഞങ്ങൾ അങ്ങനെ കിടക്കും. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പല വീടുകളിലും പോയി. വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ, കൃപ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൃപയുള്ളൊരു മനുഷ്യൻ. ആര് പുള്ളിയെ കണ്ടാലും എഴുന്നേറ്റ് നിൽക്കാൻ തോന്നും, അതുപോലെ തേജസ്സാണ്. പുള്ളി ഇങ്ങനെ കൈകൂപ്പിയ വർത്താനം പറയുള്ളൂ. കുഞ്ഞു പിള്ളേരാണെങ്കിൽ പോലും വളരെ വിനയാന്വിതനായിട്ട് സംസാരിക്കുള്ളൂ. അപ്പോൾ അഭിനയമല്ല, അത് അങ്ങനെയാണ് പുള്ളി. പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നൊന്നും മൊബൈൽ ഫോൺ ഇല്ലല്ലോ. ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നു, പിന്നെ നോർത്ത് ഇന്ത്യ, ആന്ധ്രാപ്രദേശിന് പോയി, മിഷൻ ലൈഫിലായിരുന്നു 10 വർഷത്തോളം. പുള്ളിയായിട്ട് എല്ലാ കണക്ഷനും പോയി, എവിടെയാണെന്നും അറിയില്ല. അന്ന് 67 വയസ്സുണ്ട്, അന്നും വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു മരിച്ചൊക്കെ പോയി കാണുമായിരിക്കും. ഞാൻ പലരോടും അന്വേഷിച്ചിട്ട് ഒരു പിടിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ 2017 കഞ്ഞിക്കുഴി ചർച്ച് ഓഫ് ഗോഡിൽ പ്രസംഗിക്കുമ്പം, അന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ എബ്രഹാം സാർ എന്ന് പറഞ്ഞൊരു വിഷയം ഒരാളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് ഇദ്ദേഹത്തെ ഓർമ്മ വന്നു. ഞാനുടനെ അവരോട് ചെയ്ത് എബ്രഹാം സാർ, അപ്പോൾ അത് വേറെ ആരോ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആ വേദന തോന്നി, ഈ മനുഷ്യൻ എവിടെ ഉണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ മരിച്ചു പോയപ്പോൾ.
അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ ഷാരോൻ്റെ ഒരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഒരാളോട് വിളിച്ച്, ഷാരോനിൽ ഒരാളെ വിളിച്ച് നമ്പർ എടുത്ത് അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, അപ്പച്ചൻ എപ്പോഴും എവിടെ ഉണ്ട്? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പച്ചൻ കഞ്ഞിക്കുഴിയിലുണ്ട്. ഞാൻ കഞ്ഞിക്കുഴിയിലുണ്ട്. ഇടുക്കി കിടന്ന അപ്പച്ചൻ ഇപ്പോൾ എവിടെ ഉണ്ട്? കോട്ടയം കഞ്ഞിക്കുഴിയിലുണ്ട്. ഞാൻ ഉടനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അപ്പച്ചൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. ഒരു ഇറക്കത്തിലാണ്. ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ വിൻഡോയ്ക്ക് അപ്പുറത്തിരിക്കുന്ന എനിക്ക് കാണാം, പ്രായമായി. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് ചെല്ലലും ഈ അപ്പച്ചൻ എന്നെ കണ്ടു, വെളിയിലിറങ്ങി വന്നു. മോനെ എത്ര നാളായി കണ്ടിട്ടെന്ന് ചോദിച്ചു. 20 വർഷം കഴിഞ്ഞു 20 years. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ എന്നെ ഓർക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അതെന്താ മോനെ അങ്ങനെ ചോദിച്ചത്? ഞാൻ ഇന്നും കൂടെ മോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. 20 long years. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ മനസ്സിൽ പോലും പുള്ളി വല്ലപ്പോഴും വരുന്നത്. പക്ഷേ ഈ മനുഷ്യൻ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആ പ്രായത്തിൽ. എന്നിട്ട് എന്നോട് പറയാം, കഴിഞ്ഞ ഡിസംബറിൽ അവസാനം ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് ഭയങ്കര വിഷമം, മോനെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഡിസംബർ അവസാനം ഞാൻ ഈ കഞ്ഞിക്കുഴി ചർച്ചിലുണ്ടായിരുന്നു, അതേ ചർച്ചിൽ. അത് പുള്ളിക്ക് ആത്മാവിൽ മനസ്സിലാകുന്നുണ്ട്. പുള്ളി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുക. ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് ചെല്ലുക. അപ്പോൾ കൈ നല്ല വിറയ്ക്കല. അപ്പോഴും ഡ്രസ്സ് തന്നെ കഴുകുള്ളൂ, എല്ലാ പണിയും തന്നെ ചെയ്യുള്ളൂ. കുറച്ച് ഫുഡ് ഒരു 8 മണിയാകുമ്പം കഴിക്കും, ഒരു 4 മണിയാകുമ്പം കഴിക്കും, പിന്നെ കഴിപ്പൊന്നുമില്ല, വളരെ കുറവ്. അന്നും അങ്ങനെ ഇന്നും അങ്ങനെ, ഒരു വ്യത്യാസമില്ല. പക്ഷെ അന്നത്തേക്കാൾ ഒരു 10 ഇരട്ടി കൃപയാണ് ഈ മനുഷ്യനോട് സംസാരിക്കാൻ. ഭയങ്കര വചനം മാത്രം കയ്യിൽ. ഒരു ബൈബിളുണ്ട്, ഒരു തുണിസഞ്ചിയുണ്ട്, ഒരു ഡയറി ഉണ്ട്. അതിനകത്ത് ഈ ബൈബിളിൽ കിട്ടുന്ന വാക്യങ്ങളത് മലയാളമാണേലും ഇംഗ്ലീഷ് ആണെങ്കിലും പുള്ളിക്ക് ഏത് വാക്യം അതിൻ്റെ ട്രാൻസ്ലേഷൻ ഉൾപ്പെടെ കാണപ്പെടാം. ഇദ്ദേഹത്തെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി. ഞങ്ങളുടെ വീട്ടിൽ 2 ആഴ്ച താമസിച്ചു, സന്തോഷമായിട്ട് ചിലവഴിച്ചു, തിരിച്ച് കൊണ്ടുവിട്ടു. ഒരു ദിവസം ഞാൻ എറണാകുളത്തുള്ളൊരു ന്യൂ ലൈഫ് ചർച്ചിൽ സംസാരിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ 4 മിസ്ഡ് കോൾ ഉണ്ട്. സാധാരണ അപ്പച്ചൻ അങ്ങനെ വിളിക്കാറില്ല, ഒരു പ്രാവശ്യം വിളിക്കുള്ളൂ. ഇതെന്താ ഇത്ര അത്ഭുതമായിട്ട് വിളിക്കുന്നത് വിചാരിച്ച് ഞാൻ തിരിച്ച് വിളിച്ചു കഴിഞ്ഞ് പറഞ്ഞു, മോൻ എന്നാ വീട്ടിലോട്ടൊന്ന് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച വരാം. അപ്പോൾ അപ്പച്ചൻ അടുത്ത ആഴ്ചയോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ തിങ്കളാഴ്ച വരാം അപ്പച്ചാന്ന് പറഞ്ഞു. ആ മതി എന്ന് പറഞ്ഞു. അപ്പച്ചൻ എന്തെങ്കിലും ആരോഗ്യമൊക്കെ എങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല മോനെ എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല. തിങ്കളാഴ്ച രാവിലെ മല്ലപ്പള്ളി ചർച്ചിൽ നിന്ന് കുറച്ച് സഹോദരന്മാർ വന്നു. അപ്പോൾ ഞാൻ ഫോൺ ചെയ്യാൻ നോക്കിയിട്ട് അപ്പച്ചൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. ചൊവ്വാഴ്ച രാവിലെ പോയേക്കാം, എന്തായാലും വീട്ടിലിരിക്കുവാണല്ലോ, അപ്പോൾ ചൊവ്വാഴ്ച പോയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വിളിച്ചേക്കാം എന്ന് വിചാരിച്ചു. ഫോണിൻ്റെ അടുത്തേക്ക് ചെല്ലലും ഫോൺ ഇങ്ങോട്ട് അടിച്ചു. അപ്പച്ചൻ്റെ മരുമകനായിരുന്നു. അതെ ചേസ് പാസ്റ്റർ, അപ്പച്ചൻ ഇന്നലെ രാത്രി മരിച്ചു പോയി കേട്ടോ. 2 ദിവസവും ഞാൻ വരുമെന്ന് നോക്കിയിരിക്കുമായിരുന്നു. അപ്പം എന്നോട് എന്തോ പറയാൻ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് ഞാൻ ചിന്തിക്കും. പക്ഷെ അന്ന് മരിച്ചതെന്ന് രാവിലെ മൺഡേ മോർണിംഗ് അദ്ദേഹം പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അപ്പച്ചൻ ഇന്ന് പോവുക കേട്ടോ. ഒരാരോഗ്യക്കുറവില്ല. അപ്പച്ചൻ്റെ വീട് കണ്ടു പോവുക. പുള്ളി എന്നിട്ട് ഉച്ച കഴിഞ്ഞ് തുണിയെല്ലാം പുള്ളി തന്നെ അലക്കി എല്ലാം ക്ലീനാക്കി മടക്കി വെയിലത്തിട്ട് ഉണക്കി മടക്കി വെച്ചു. വൈകിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി പ്രാർത്ഥിക്കാനിരുന്ന് വാഴ്ത്തിയിടുന്നു എന്നുള്ള പാട്ട് പാടി സ്തോത്രം ഹല്ലേലൂയാന്ന് പറഞ്ഞുകൊണ്ടങ്ങ് മരിച്ചു. ധാരാളമായ പ്രവേശനം. വീട് കണ്ട് കയറി പോവുക. ഞാനിത് പലരോടും പറഞ്ഞപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ ആ തലമുറ കഴിഞ്ഞു പോയി. അങ്ങനെ കുറേ അപ്പച്ചന്മാർ ഇതിനു മുമ്പുള്ള ജനറേഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ഉറപ്പുള്ള അപ്പച്ചന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇന്നിങ്ങനെ ധാരാളമായി പ്രവേശിക്കുന്ന ആൾക്കാർ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. കാരണം ലോകം അത്ര ആഴമായിട്ട് അവരിൽ പിടിമുറുക്കിയിരിക്കുക. മോഹങ്ങളാലും ഉത്കണ്ഠകളാലും ആങ്സൈറ്റീസിനാലും ഈ പ്രാണന്മേലുള്ള ശുശ്രൂഷകൾ വഴിയും ആളുകൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിലുള്ള പ്രത്യാശ ഇല്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപ്പച്ചൻ എന്താ എന്നോട് പറയാനുള്ളതെന്ന് എപ്പോഴും എൻ്റെ ഒരു ഉത്കണ്ഠയായിരുന്നു. എന്ത് പറയാനാണ് പുള്ളി ബാക്കി വെച്ചിരുന്നത്? അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, അദ്ദേഹം നേരത്തെ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ചർച്ചിൻ്റെ ആളുകളെല്ലാം കൂടി. അപ്പോൾ അദ്ദേഹം ഉണ്ട്. അപ്പച്ചൻ അപ്പോൾ അധികം സംസാരിക്കാനൊന്നും ആയല്ലോ, പ്രായമായല്ലോ. അപ്പോൾ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, 5 മിനിറ്റ് സംസാരിക്കുന്നു? 5 മിനിറ്റോ? ആ ശരി നോക്കാം മോനെ എന്ന് പറഞ്ഞു. ഇദ്ദേഹം 5 മിനിറ്റ് സംസാരിക്കാൻ തുടങ്ങി. രാത്രി 11:30 ആയിട്ട് തീരുന്നില്ല. ആൾക്കാർ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പച്ചൻ നിർത്താൻ തുടങ്ങുമ്പോൾ ഒരാളോട് ചോദ്യം ചോദിക്കും. ഇതിങ്ങനെ നീണ്ടു ആർക്കും പോകാൻ വേണ്ട. ഇത് 11:30 ആയിട്ട് ഇതിങ്ങനെ പുള്ളി ഭയങ്കര വിശദമാണ്. ബൈബിളിൽ നിന്ന് വചനങ്ങൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ഒരു ഡോക്ടർ ഞങ്ങളുടെ ചർച്ചിലുണ്ട്, സൈക്കാട്രിസ്റ്റാണ് പുള്ളി. തിരുവനന്തപുരത്തുള്ള പേരൂർക്കട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഏറ്റവും മെയിൻ കൺസൾട്ടൻ്റാണ് അദ്ദേഹം. അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ്റെ ജീവിതത്തിൽ ഒരു ഭർത്താവായിരുന്നു, അപ്പനായിരുന്നു, 35-ാം വയസ്സ് ഭാര്യ മരിച്ചു പോയതാണ്. പിള്ളേർ 5 പേരെയും പുള്ളി വളർത്തി. ഈ ഏറ്റവും ഇളയ മോൾക്ക്
1 മാസം ഉള്ളപ്പോഴാണ് ഭാര്യ മരിക്കുന്നത്. അപ്പോൾ എല്ലാ റോളും, ടീച്ചർ, മകൻ, സഹോദരൻ, എല്ലാ റോളും ഏകദേശം ചെയ്തിട്ടുണ്ട്. ചോദ്യം ഇതായിരുന്നു, ഏതെങ്കിലും ഒരു കാര്യം സ്വസ്ഥമായും സമാധാനമായും ചെയ്തു തീർത്തു എന്ന്, നന്നായി ചെയ്തു എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞു, മോനെ ഞാൻ സത്യം തുറന്നു പറഞ്ഞാൽ മോന് വിഷമം തോന്നുമോ? ഇല്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ല മോനെ. പുള്ളി പറയാൻ കാരണം, ഞാനിതെല്ലാം ആയിരുന്നു, പക്ഷെ എൻ്റെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു, എല്ലാം ഫെയിലിയറായിരുന്നു. യേശു എൻ്റെ പകരമായിരുന്നെങ്കിൽ അന്നേരം എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇതാ പറയാനുള്ള വാക്യം. യേശു എനിക്ക് പകരമായിരുന്നെങ്കിൽ നമുക്ക് ഏത് ദൂരം വരെ പോകാം. ഈ പരിജ്ഞാനം നമ്മൾ എവിടം വരെ കൊണ്ട് എത്തിക്കും? ഈ പരിജ്ഞാനം ദൈവരാജ്യത്തിലേക്കുള്ള ഒരു ധാരാളമായ പ്രവേശനത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇത് നമ്മുടെ ഞരക്കവും സ്വപ്നവുമായില്ലെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സഭയിൽ ഇന്ന് കാണുന്ന വിശ്വാസം പോലും അടുത്ത തലമുറയിൽ ഉണ്ടാവില്ല. കാരണം പഴയകാലത്ത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ജീവിക്കുമ്പോൾ തേജസ്സിൽ യേശുവിൻ പൊന്മുഖം കാണുമെന്നും നിത്യ തേജസ്സിൻ ഘനം എനിക്ക് ലഭിക്കുമെന്നും നീതി സൂര്യൻ വരുമെന്നും അവൻ്റെ പ്രഭയാൽ എൻ്റെ ഇരുൾ നിറം മാറുമെന്നും ഭയങ്കര കോൺഫിഡൻസാ അവർ പാടുന്ന. കാന്താ താമസം എന്താകും? അന്ന് അവര് അത്രയും വലിയ വെളിപ്പാടുണ്ടായിരുന്ന കാലത്ത് ലോകം മുഴുവൻ ഉപേക്ഷിച്ചതാ. പക്ഷെ ഇന്ന് നമുക്കറിയാം അവരുപേക്ഷിച്ചു എന്നറിയാം. ഉപേക്ഷിക്കാൻ അവരെ നിർബന്ധിച്ച ഞരക്കം എന്തായിരുന്നു? ഉപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിച്ച വിശ്വാസം എന്തായിരുന്നു? അവരെന്ത് കാഴ്ച കണ്ടിട്ടാ ഇത് വിട്ട് കളഞ്ഞതെന്നുള്ള കാര്യം നമുക്കറിയാൻ മേല. നമ്മൾ അത്ഭുതപ്പെടുവോ ഇതെങ്ങനെ വിട്ടുകളയാൻ പറ്റുന്നു? പ്രിയ സഹോദരങ്ങളെ, അവര് പെയിൻ എടുത്ത് വിട്ടുകളഞ്ഞതല്ല. അവർ സ്വർഗത്തിലെ ധനസമൃദ്ധി കണ്ട് അതിനോട് കൊതി തോന്നി ഞെരങ്ങി അത് പ്രത്യാശയായി രക്ഷയുടെ ലക്ഷ്യമായി വെച്ചിട്ട് അത്രയും വലിയ ധനത്തിന്റെ തേജസ് കണ്ടപ്പോൾ ഈ തേജസ് ഇല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞതാ. അങ്ങനെ അവർ ധാരാളമായ പ്രവേശനം പ്രാപിച്ചുകൊണ്ടിരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇന്ന് തിരിച്ചു പോയില്ലെങ്കിൽ, മടങ്ങി വന്നില്ലെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിശ്വാസവും ഉണ്ടാവില്ല. ഇന്ന് തന്നെ നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റുന്നില്ല. ഈ ലോകത്തിന് മുമ്പിൽ, നമ്മുടെ ഉത്കണ്ഠകളുടെ മുമ്പിൽ നമുക്ക് തന്നെ പിടിച്ചു നീക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് ഓരോ ജനറേഷൻ കഴിയുന്തോറും നിങ്ങൾ സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് വന്നില്ലെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളോട് എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പോലും നമുക്കറിയാൻ മേലായിരിക്കും. അതുകൊണ്ട് സ്വർഗീയമായ കാഴ്ചകൾ കാണാൻ ഞാൻ എൻ്റെ സെഷനോട് അവസാനിപ്പിക്കുക. നമുക്കൊരു 10 മിനിറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ചുരുക്കി പറയാൻ ആവശ്യമുണ്ട്. പാല് കുടിക്കുന്ന തലത്തിൽ നിന്ന് ഇന്ന് കുണ്ടറയിലെ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇത് പറയുന്നത്, ഇവിടെ എത്ര പേർക്ക് വേണ്ടിയാണെന്ന് എനിക്ക് അറിയത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മുമ്പോട്ട് എടുത്തെങ്കിൽ മാത്രമേ അടുത്ത തലമുറ നിങ്ങൾക്കുണ്ടാവുള്ളൂ. അത് ഉറപ്പാണ്. കാരണം ഇത് മുങ്ങിക്കൊണ്ട് പോവാം. വിശ്വാസ കപ്പല് മുങ്ങി. വിശ്വാസം എന്നാൽ എന്താ വിശ്വാസം? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആശയല്ല ഇന്ന്, മോഹങ്ങളാണ്. മോഹിക്കുന്നതിൻ്റെ ഉറപ്പും. കാണാത്ത കാര്യങ്ങളല്ല, ഇല്ലാത്ത കാര്യങ്ങളാണ്. മോഹിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അതാ നമ്മൾ അങ്ങനെ വ്യാഖ്യാനിച്ചാക്കി വെച്ചിരിക്കുവോ. അപ്പൊ കർത്താവ് നോക്കുമ്പോൾ വിശ്വാസം കാണുന്നില്ല. യഥാർത്ഥ വിശ്വാസം നമ്മളെ യേശുവുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഇത് ഇല്ലാത്ത കാര്യങ്ങളിലേക്കും മോഹങ്ങളിലേക്കും കണക്ട് ചെയ്യുന്നത്. അപ്പൊ രക്ഷാകരമായ വിശ്വാസം കാണുന്നില്ല. അതുപോലെ പാപത്തെക്കുറിച്ച് പറയുമ്പം സിനിമ കാണുന്നത് പാപമാണ്, കള്ളു കുടിക്കുന്ന പാപ, സിഗരറ്റ് വലിക്കുന്ന പാപ. പക്ഷെ നമ്മുടെ അകത്തിരിക്കുന്ന കറ, സെൽഫിഷ്നെസ് എന്ന് പറയുന്ന കറ, അത് കാണുന്നില്ല. നീതി സൂര്യന്റെ പ്രഭയിൽ ഞാൻ എന്ത് നിസ്സാരനാണെന്ന് ഞാൻ കാണുന്നില്ല. സ്വർഗത്തിന്റെ പടിവാതിൽ പോലും നോക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാണ് ഞാനെന്നും ക്രിസ്തുവിന്റെ യോഗ്യത കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നുള്ള ദയനീയാവസ്ഥ കാണുന്നില്ല. സോ ദർ ഇസ് നോ ജെന്യുവിൻ റിപ്പൻറ്റൻസ്. എൻ്റെ അപര്യാപ്തതകൾ ഞാൻ കാണുന്നില്ല. എൻ്റെ കോടതി എന്നെ നീതീകരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്യുന്ന സൽപ്രവൃത്തികളാകുന്ന അത്തിയില, ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങളാകുന്ന അത്തിയിലകൾ, ഞാൻ ചെയ്യുന്ന ചാരിറ്റി വർക്ക് എന്ന് പറയുന്ന അത്തിയിലകൾ മനുഷ്യരുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ എന്നെ സഹായിക്കും. അതോ ഹൗവ അത്തിയില ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ നല്ല രസമായിരുന്നു, നല്ല തുണി, നല്ല സ്റ്റിച്ചിങ്. പക്ഷെ ദൈവം വന്ന് അവസാനം ചോദിക്കുക, ആദമേ നീ എവിടെ? ആദം ഒരു മരത്തിന് പുറകെ മറിഞ്ഞിരിക്കുക. എന്താ പറയുന്നറിയോ? നഗ്നനാ. നല്ല ഉടുപ്പിട്ടോണ്ടാ ഓടിയത്. ഇന്ന് നമ്മൾ നല്ല ഉടുപ്പിട്ടോണ്ടിരിക്കുക നമ്മുടെ വിചാരം. പക്ഷെ ദൈവം വന്ന് വിളിക്കുന്ന സമയത്ത് കുഞ്ഞാടിൻ്റെ നീതി അല്ലാതെ ഒരു നീതി അവൻ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കും നമ്മളെല്ലാം ദൈവത്തിന് മുമ്പിൽ ഇപ്പോഴും നഗ്നത തന്നെയാണ്. നമ്മുടെ സൽപ്രവൃത്തികളെല്ലാം അലങ്കരിക്കുന്നത് നമ്മുടെ പുറം മനുഷ്യനെയാണ്. പുറം മനുഷ്യനെ
അലങ്കരിക്കുന്ന സൽപ്രവൃത്തികൾ. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഓ എന്ത് നല്ല മനുഷ്യനാ, എത്ര പിള്ളേരെയാണ് വളർത്തിയത്. എല്ലാം പുറം മനുഷ്യനെ അലങ്കരിച്ചിട്ടുള്ളൂ, അകത്ത് ക്രിസ്തുവിൻ്റെ അകപ്പയില്ലായിരുന്നോ? ഒന്നും ചെയ്തിട്ടില്ല. ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ, അവൻ എനിക്ക് തന്ന ഏറ്റവും വലിയ ധനമായ അവൻ്റെ ജീവൻ എന്നിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല, ഒന്നുമില്ല. ഞാൻ വ്യർത്ഥനാണ്, അല്ലേ? ശരീരം ചുടാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ പാപത്തെക്കുറിച്ച് ദർശനം, ആഴമായ ദർശനം. ആത്മാവിൻ്റെ അടുത്തടുത്തേക്ക് ചെല്ലുന്തോറും പാപിയാണെന്നുള്ള ബോധം വർദ്ധിച്ച് 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 വരണം. അവിടെ പാപബോധം എത്ര വർദ്ധിക്കുന്നോ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് കൃപ അതിനെ മൂടുന്നതായിട്ടാണ്. എ ഗ്രേസ് ദാറ്റ് കവേഴ്സ് us in our weaknesses. അതുപോലെ നീതിയെക്കുറിച്ച് നോക്കുമ്പം എത്ര പ്രവൃത്തി ചെയ്താലും തൃപ്തി ഉണ്ടാകരുത്. യേശുവിൻ്റെ പെർഫെക്റ്റ് റൈച്ചസ്നെസ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വര ആ ടോപ്പ് ലൈൻ ഓഫ് റൈച്ചസ്നെസ്, അവിടെ എത്തുന്നവരെ നമുക്ക് തൃപ്തിയില്ല. ഉന്നം വയ്ക്കുന്ന ഓർമ്മയുണ്ടോ? എത്ര പേര് കണ്ടായിരുന്നോ ഉന്നം? നിങ്ങൾ കണ്ടില്ലെങ്കിൽ പഴയ വീഡിയോസ് നോക്കിയാൽ മതി, അതിനകത്ത് കാണും. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു യേശുവിൻ്റെ നീതിയുണ്ട്, അവിടെ നമ്മൾ എത്തിക്കുന്നില്ലായിരിക്കാം, പക്ഷെ എങ്ങോട്ട് ഉന്നം വയ്ക്കുന്നു എന്നാണ് ദൈവം കണക്ക് കൂട്ടുന്നത്. ആർ യു ടാർഗറ്റിംഗ് ക്രൈസ്റ്റ് ഓർ സമ്മൺ എൽസ്? നിങ്ങൾ എവിടെ കൊള്ളിക്കുന്നു എന്നുള്ള രണ്ടാമത്തെ കാര്യം. വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രവൃത്തി എവിടായെന്നല്ല, നിങ്ങൾ ആരെ ഉന്നം വയ്ക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നോട്ടം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട എല്ലാവരുമേ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, യേശുവിനെ ഉന്നം വയ്ക്കുക. ലിവ് ഹിസ് ലൈഫ്, ദാറ്റ്സ് ദ ഓൺലി ട്രൂ ലൈഫ് അവൈലബിൾ. ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. എനിക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ സമാധാനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഓക്കെ. അപ്പൊ കർത്താവ് പറയാണ് അവിടെ സ്ഥലമുണ്ട്, സ്ഥലം ഒരുക്കാൻ പോകുന്നു. ശരിക്കും ഈ 2000 വർഷമായിട്ട് സ്ഥലം ഒരുക്കിയില്ലേ? ഒരുക്കിയിട്ടില്ല. അവിടെ എന്താ പറയുന്നേ? അവിടെ വാസസ്ഥലങ്ങൾ ഉണ്ടെന്നാണോ പണിയാൻ പോവാന്നാണോ പറഞ്ഞേക്കുന്നത്? വാസസ്ഥലങ്ങളുണ്ട്, പണിയുണ്ടാവില്ലേ? ഒന്നും പണിയണോ? ഒന്നും കൂടെ വായിച്ചു നോക്കി. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അത് ഇംഗ്ലീഷ് എഴുതുമ്പോൾ അനേകം റൂംസ് ഉണ്ടെന്നാ, അത് ഓൾറെഡി ഉണ്ട്. അവിടെ ഒരു പണി നടക്കുന്നില്ല. നിങ്ങൾ വിഷമിക്കുകയും വേണ്ട, ചിന്തിക്കുകയും വേണ്ട, സ്വർഗത്തിൽ ഒരു പണിയും നടക്കുന്നില്ല. മനസ്സിലായോ? പക്ഷെ കർത്താവ് എങ്ങോട്ടാ പോകുന്നേ? നമുക്ക് അടുത്ത വാക്യം, സ്ഥലം ഒരുക്കാൻ പോകുന്നു. വാസസ്ഥലം, റൂമുണ്ട്, പക്ഷെ അവിടെ നമുക്ക് സ്ഥലമില്ല. റൂമില്ലാത്തോണ്ടല്ല, റൂമുണ്ട്, പക്ഷെ നമ്മളവിടെ കയറ്റാൻ കൊള്ളത്തില്ല. ഇവിടെ തിരുവനന്തപുരത്ത് അനേകം എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഇവിടെ അടുത്തെങ്ങാണ്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടല്ലേ? എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, സീറ്റും ഉണ്ട്, പക്ഷെ നമുക്ക് സീറ്റ് ഒരുക്കിയിട്ടില്ല. അതാ കർത്താവ് പറയുന്നത്. വാസസ്ഥലം പണിയാൻ പോയി പെയിന്റ് അടിച്ച് താമസിക്കുന്നതല്ല 2000 വർഷം. അതെല്ലാം കർത്താവിൻ്റെ ഒരു വാക്കിൽ റെഡിയാ. പക്ഷെ റെഡി ആകാത്തത് അവിടെ പോകാനുള്ള ജനമാ. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നത്. എങ്ങോട്ടാ പോയത്? എന്നിട്ട് എങ്ങോട്ടാ പോയത്? ക്രൂശിലേക്കാ പോയത്, സ്ഥലം ഒരുക്കാനാ പോയത്. അവൻ നമുക്ക് സ്ഥലം ഒരുക്കുന്ന അവിടെ കെട്ടിടം പണിതുകൊണ്ടല്ല, നമുക്ക് പകരം മരിച്ചോണ്ടാ, അല്ലേ? നമുക്ക് എങ്ങനെ സ്ഥലം ഒരുങ്ങിയത്? യേശു നമുക്ക് വേണ്ടി മരിച്ചോണ്ടാ. അടുത്ത വാക്യം നോക്കി. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. അപ്പൊ ഞാൻ ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ട് അവിടെ ആ സ്ഥലത്തിന് കുഴപ്പമൊന്നുമില്ല, അവിടെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അതാ പ്രശ്നം. നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഇരുത്താൻ ഞാൻ തിരിച്ചു വന്ന് കൊണ്ടുപോക്കോളാം. കാരണം കുറെ പണി ഇവിടെ എവിടെ ബാക്കിയുണ്ട്? അവിടെയല്ല, ഇവിടെ. അടുത്ത വാക്യം, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. ഇതാണ് പ്രശ്നം. ശിഷ്യന്മാരാകെ അങ്കലാപ്പിലായത് ഇവിടെയാ. കർത്താവ് പറയാണ്, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. അടുത്ത വാക്യം, തോമസ് അവനോട്, കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു. ഇതാണ് പ്രശ്നം. കർത്താവ് പറയാൻ നിങ്ങൾക്ക് അറിയാം, തോമസ് പറയാൻ അറിയാൻ മേല. ഏതാ സത്യം? കർത്താവ് പറയാണ് ശിഷ്യന്മാരോട്, നിങ്ങൾക്ക് ഞാൻ പോകുന്ന വഴി അറിയാം. തോമസ് പറയുക അറിയത്തില്ല. സത്യം പറഞ്ഞാൽ കർത്താവ് അവരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവൻ മനസ്സിലാക്കിയിട്ടില്ല.
കർത്താവ് എന്താ പറഞ്ഞത്? അത് പിന്നെ പറയുന്നത്. കർത്താവ് നേരത്തെ എങ്ങനെ പറഞ്ഞത്? അവരെന്നെ പിടിക്കുകയും ജാതികളുടെ ഏൽപ്പിക്കും, ഒരു മനുഷ്യപുത്രനെ ക്രൂശിക്കും, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തോട്ട് പോകും. പിതാവിൻ്റെ അടുത്തോട്ട് പോകാനുള്ള വഴിയാ അത്. ഏതാ വഴി? ഏൽപ്പിക്കപ്പെടുക, ക്രൂശിക്കപ്പെടുക, അടക്കപ്പെടുക, പുനരുത്ഥാനം ചെയ്യുക, സ്വർഗ്ഗാരോഹണം ചെയ്യുക. അതാ വഴി. അതല്ലേ വഴി? പിതാവിൻ്റെ അടുക്കലേക്കുള്ള വഴി. വേറെ വഴിയുണ്ടോ? അടുത്ത വാക്യം. യേശു അവനോട്, യേശു പറഞ്ഞില്ല എടാ ഒരു ഫോർമുലയുണ്ട് അത് വിശ്വസിച്ചാൽ പോവാം, അങ്ങനെ പറഞ്ഞില്ല. അല്ലെ നീ വലത്തോട്ട് പോയിട്ട് ഇടത്തോട്ട് നോക്കി അങ്ങനെ വഴി പറഞ്ഞു കൊടുത്തില്ല. യേശു പറഞ്ഞു ആകെ ഒരു വഴിയുള്ളത് ഞാനാ എന്ന് പറഞ്ഞാൽ അർത്ഥം 3.5 വർഷമായില്ലേ നീ എൻ്റെ കൂടെ ജീവിക്കുന്നു, ഞാൻ എങ്ങനെ ജീവിക്കുന്നത് നിനക്ക് മനസ്സിലായോ? അതുതന്നെയാണ് നിൻ്റെയും വഴി, വേറെ വഴിയൊന്നുമില്ല. ഞാൻ തന്നെയാ വഴി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശു നടന്ന അതേ ജീവൻ, യേശു നടന്ന അതേ നടപ്പ്, യേശു പോയ അതേ വഴി, വേറൊരു വഴിയുമില്ല. അപ്പം നമുക്കും പിതാവിൻ്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ എതിലേ പോകണം? ക്രൂശ് വഴി, കബറടക്കം വഴി, പുനരുത്ഥാനം വഴി, സ്വർഗാരോഹണം, തേജസ്കരണം വഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പിതാവിൻ്റെ അടുക്കൽ ചെല്ലാൻ പറ്റുള്ളൂ. അതാണ് യേശുവിൻ്റെ വഴി. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആണോ? ഒന്നും കൂടെ വായിച്ചു നോക്കി, അങ്ങനെ തോന്നുന്നില്ലേ? അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു മരിച്ചപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ മരിച്ച്, അവൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മൾ അവൻ്റെ കൂടെ പുനരുത്ഥാനം ചെയ്ത്, അവൻ്റെ തേജസ്കരണത്തിൽ നമ്മൾ അവനോടുകൂടി തേജസ്കരണം ചെയ്യപ്പെട്ട് പിതാവിൻ്റെ അടുക്കൽ പോകാൻ ഈ ഒരു വഴിയല്ലാതെ ഒരു വഴിയുമില്ല. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വഴി അറിയാമെങ്കിൽ അറിയാമോ? ഇപ്പോൾ യേശു തോമസിനോട് പറയാണ് ദർ ഇസ് ഓൺലി വൺ വേ ആൻഡ് ദാറ്റ്സ് മീ. ഒരു വ്യക്തി, യേശു എന്ന വ്യക്തി, ഞാൻ ആടുകളുടെ വാതിലാകുന്നു, വേറൊരു വാതിലിലൂടെ കയറിയാലും നിങ്ങൾ പിതാവിൻ്റെ അടുക്കൽ ചെല്ലില്ല. അപ്പോൾ രക്ഷയുടെ തന്നെ ഒന്നാമത്തെ തലത്തിൽ നമ്മൾ പറയുന്ന കർത്താവേ ഐ ആം വീക്ക്, എനിക്ക് ഒരു നന്മയുമില്ല, ഒരു സൽപ്രവൃത്തി ചെയ്യാനും എന്നെ കൊണ്ട് കഴിയില്ല. ഇന്ന് പിളർന്നതാം പാറയെന്നുള്ള പാട്ട് പാടി അതിനകത്ത് ഈ വാക്യമുണ്ട്, കൽപ്പന കാക്കുവാൻ ഞാൻ അശക്തനാണ്. എത്ര വൈരാഗ്യം ഈ ലോകത്തോട് എനിക്ക് തോന്നിയാലും, എന്തുമാത്രം ഞാൻ കിടന്ന് കരഞ്ഞാലും പാപം മാത്രം പോകുന്നില്ല. എനിക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വേണം, എനിക്കൊരു പകരക്കാരൻ വേണം. കർത്താവെ നീ എന്നെ ചുമന്നുകൊണ്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനായിട്ട് സ്തോത്രം. ഞാൻ പിന്നെ വന്ന് നിങ്ങളെ കൊണ്ടുപോയിക്കോളാം. ഒൺലി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ സാധിക്കുള്ളൂ. അപ്പം ഞാൻ നിങ്ങളോട് ഈ 5 ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവത്തിങ്കിലേക്കുള്ള ഏക വഴിയെക്കുറിച്ചാണ്. ബാക്കിയുള്ളതെല്ലാ വഴികളിലാണെങ്കിൽ പ്രാണന്റെ വഴിയാണ്, അത് നാശത്തിലേക്കുള്ള വഴിയാണ്. താൽക്കാലികമായ ലാഭങ്ങൾ ഉണ്ടാകുന്ന വഴിയാണ്, പക്ഷേ നാശത്തിലേക്കുള്ള വഴിയാണ്. യേശു എന്ന ഏകന്റെ അനുസരണം, യേശു എന്ന ഏകന്റെ ജീവൻ, ഏകന്റെ മരണം, ഏകന്റെ പുനരുത്ഥാനം, ഏകന്റെ വിശുദ്ധി, ഏകന്റെ തേജസ്, അതാ നമ്മുടെ വഴി, വേറൊരു വഴിയുമില്ല. ഓക്കെ. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ, ഞാൻ പെന്തക്കോസ്ത് പള്ളി വന്നിട്ട് പറയാൻ പാടില്ല എങ്കിലും പറയാം, രക്ഷ ഉറപ്പില്ലാത്തവർ, യേശുവിലാണ് ഞാൻ ഗ്യാരണ്ടി ഇല്ലാത്തവർ, ഇന്ന് കർത്താവിൻ്റെ പ്രാർത്ഥിക്കുക, കർത്താവെ വിശ്വസിക്കാനുള്ള കൃപ, രക്ഷാകരമായ ദൈവവിശ്വാസം എൻ്റെ ഉള്ളിൽ നീ ഉളവാക്കണമേ. കേട്ട വചനം എനിക്ക് വിശ്വാസമായി പരിണമിക്കണം. യേശുവിലായതുകൊണ്ട് എൻ്റെ ശിക്ഷാവിധി നീങ്ങിപ്പോയി, യേശുവിലായതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു, യേശുവിലായതുകൊണ്ട് ഞാൻ പിതാവിൻ്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നിടമായ ഉയരങ്ങളിലിരിക്കുന്നു. ഞാൻ അവനോടുകൂടെ മരിച്ച് അവനോടുകൂടെ പുനരുത്ഥാനം ചെയ്തിരിക്കുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഗലാത്യ ലേഖനം 2:19-20 പറയുന്നത്, 20-ാം വാക്യം നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് പറയാം, മനസ്സിൽ പറയാം. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ. ഫെയ്ത്ത്. ഈ ഫെയ്ത്തുമായിട്ട് നിങ്ങൾ എവിടെ ഇറങ്ങിയാലും നിങ്ങൾ ഇടറിപ്പോകാതെ, ഏത് സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നാലും നിങ്ങളല്ല ക്രിസ്തു ആണെങ്കിൽ ഇടറിപ്പോകാതെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.